എനിക്കായൊരു മോക്ഷവീട് ഇന്തലകന്നു ഞാൻ വാഴുമെന്ന് ദൈവമുണ്ട്, അങ്ങ് പുത്രനുണ്ട്, ആത്മാവുണ്ട്, ദൈവദൂതനുണ്ട്, കൂടാരമാകുന്ന എൻ ഭവനം വിട്ടകന്നാലെനിക്കേറെ ഭാഗ്യം. കൈകളാൽ തീർക്കാത്ത മോക്ഷവീട്ടിൽ വേഗമായി തങ്ങു ചെന്നു ചേരും. ഉണ്ടെനിക്കായൊരു മോക്ഷവീട് ഇന്ദ്രലകന്നു ഞാൻ വാഴുമെന്ന് കർത്തനേശു തന്റെ പൊൻകരത്താൽ ചേർത്തിടുമായതിലെന്നെയങ്ങ് ഒട്ടുനാൾ കണ്ണു നീർപ്പെട്ടതല്ല പെട്ടെന്നു നീങ്ങിടുമേറ്റിട്ടമാ. ഉണ്ടെനിക്കായൊരു മോക്ഷവീട് ഇന്തലകന്നു ഞാൻ വാഴുമെന്ന് ഓരാനേക്കെന്റെ രക്ഷകന്റെ രാജ്യമതിനുള്ളിൽ വാസം ചെയ്യാം. രോഗം ദുഃഖം പീഡയൊന്നുമില്ല, ദാഹം വിശപ്പു വന്നൊട്ടുമില്ല. ഉണ്ടെനിക്കായൊരു മോക്ഷവീട് ഇന്തലകന്നു ഞാൻ വാഴുമെന്ന് ഈ വിധമായുള്ള വീട്ടിനുള്ളിൽ പാർക്കുവാനെന്നുള്ളം വാഞ്ചിക്കുന്നു. എന്നു ഞാൻ ചെന്നു ചേരുമതിൽ പിന്നിടലിക്കാപത്തൊന്നുമില്ല. ഉണ്ടെനിക്കായൊരു മോക്ഷവീട് ഇന്തലകന്നു ഞാൻ വാഴുമെന്ന് നൊടിനേരത്തേക്കുള്ള ലഘുസങ്കടം അനവധി തേജസ്സിൻ ഭാഗ്യം തന്നെ. കണ്ണീരു കാണുന്നതൊന്നുമില്ല, കാണപ്പെടാത്തൊരു ഇമ്മാനുവേൽ ഞാൻ നിൽക്കുന്ന ഈ പാറമേ, ഞാൻ നിൽക്കുന്ന ഈ പാറമേ, കാറ്റടിച്ചാലും ഉച്ചത്തിൽ small curtain or something. ഞാൻ നിൽക്കുന്ന ഈ പാറമേ, ഞാൻ നിൽക്കുന്ന ഈ പാറമേ. സർവശക്തനായ ദൈവമേ, ഞങ്ങൾക്ക് ഏതൊരു സന്ദർഭത്തിലും ആശ്രയിക്കുവാൻ കൊള്ളാവുന്ന നീ മാത്രമാണ്. ഈ ദുഷ്ടലോകത്തിൽ വെറും പുല്ലുപോലെ മാത്രം മനുഷ്യന്റെ ആയുസുള്ളപ്പോൾ നീ ഞങ്ങൾക്ക് തന്നിരിക്കുന്നതായ ദിവ്യ പ്രത്യാശയ്ക്കായി നന്ദിയോടുകൂടി സ്തോത്രം. വിശ്രമിക്കുന്നു എന്നാൽ അവളെ ഉണർത്തുന്ന ഒരു ദിവസമുണ്ട്. സാവധാൻ ഗംഭീരനാഥത്തോടും ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ
മടങ്ങി വന്ന് ക്രിസ്തുവിൽ മരിച്ചവർ മുൻപ് ഉയർത്തെഴുന്നേൽക്കുമ്പോൾ ഈ പ്രിയ പൈതലും അവരുടെ കൂട്ടത്തിൽ പാട്ടുകൾ പാടിക്കൊണ്ട് ഹല്ലേലൂയ 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 പൈതലിന്റെ ഇമ്പസ്വരം നിങ്ങൾക്ക് കേൾക്കാം. ഞങ്ങളത് വിശ്വസിക്കുന്നു. അതും ആയതും നീ ഞങ്ങൾ നിന്റെ വാനപ്രകാരം എല്ലാം നടക്കത്തക്കവണ്ണം കൃപയണമേ. ആശ്വസിപ്പിക്കണമേ ആൺകുട്ടികളെ നീ ആശ്വസിപ്പിക്കണമേ. ഇതിനുള്ളതായ ആശ്വാസമല്ലാതെ ഞങ്ങൾക്കൊന്നില്ല. കർത്താവേ 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 ആമേൻ. മയമാമീ ഉലകിൽ കാൺമതും മായ വന്മഹിമാധനം സുഖങ്ങൾ സകലവും മായ മന്മയമാമീ ഉലകിൽ കാൺമതും മായ വന്മഹിമാധനം സുഖങ്ങൾ സകലവും മായ. മണ്ണിൽ നമ്മൾ ജീവിതമോ പുല്ലിനെ പോലെ. നമ്മുടെ പ്രിയപ്പെട്ട പൈതലിന്റെ ഡെഡ് ബോഡിയുമായിട്ട് നാം മോർച്ചറിയിൽ നിന്ന് ഭവനത്തിലേക്ക് കടന്നുവരുവാനായിട്ട് കർത്താവ് സഹായിച്ചു. സർവശക്തനായ ദൈവം നമ്മുടെ വിലാപയാത്രയിൽ അവിടുന്ന് കൂടിയിരുന്നു. കർത്താവിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നത് ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യ സ്തുതികരേറ്റും ചെയ്യാം. അതുപോലെ തന്നെ അധികം താമസിയാതെ ചില മിനിറ്റുകൾക്കകം തന്നെ ഡെഡ് ബോഡി പ്രധാന ശുശ്രൂഷയ്ക്ക് വേണ്ടി ക്രമീകരിക്കപ്പെട്ടിരിക്കുന്ന സ്ഥാനത്തേക്ക് കൊണ്ടുപോകേണ്ടതുണ്ട്. അതിനായിട്ട് നാം എല്ലാവരും ഒരുങ്ങണം. ഇപ്പോൾ പ്രാരംഭമായിട്ട് അത് CC ചാക്കോ അവരുകൾ ഇവിടെ പ്രാർത്ഥിക്കുന്നതാണ്. ഞങ്ങളുടെ കർത്താവ് ദൈവം ഞങ്ങളുടെ ജീവിതത്തിന്റെ അമാവാസിയിലും പൗർണമാസിയും ഞങ്ങൾ അഭിമുഖീകരിക്കുന്നതായ ഏത് സാഹചര്യങ്ങളിലും അങ്ങനെയുള്ളതായിരിക്കുന്ന പ്രത്യാശയോടെ വിശ്വാസത്തോടെ ആത്മധൈര്യത്തോടെ ഏത് സാഹചര്യം അഭിമുഖീകരിക്കാൻ ദൈവം ഞങ്ങളെ സഹായിക്കണമെന്നുള്ളത്. ഇങ്ങനെയല്ലോ അങ്ങേക്ക് പ്രസാദം നൽകി. അതിനായി ഞങ്ങൾ കഷ്ടതയില്ലാത്ത നിയമങ്ങളെയും ചേർക്കുക തിരുവിധമായതുകൊണ്ട് ഞങ്ങളെ സ്തുതിക്കുന്ന കർത്താവ്. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ വേർപാട് നമ്മുടെ മനസ്സിന് വേദന ഉളവാക്കുന്നതാണ്. അതിനാൽ ജീവിക്കുന്ന സകല ബുദ്ധിയും കവിയുന്ന ദൈവിക സമാധാനം, ആ ജീവനുള്ള പ്രത്യാശ ക്രിസ്തുയേശു മുഖാന്തരം ഞങ്ങൾക്ക് തന്നിരിക്കുന്നത് കൊണ്ട് ഞങ്ങൾ നിന്റെ മുഖത്ത് കൊണ്ടുവന്ന കർത്താവ്. രാത്രിവചനങ്ങൾക്കായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്ന കർത്താവ്. അനധികൃത ഭാവി കാഹളം ധരിക്കുമ്പോൾ ആയിരം വിശുദ്ധന്മാർപ്പെടുന്നവരെയും ഉത്തര ശരീരധാരിയായി ഞങ്ങളുടെ പ്രിയ മകളായി ഞങ്ങൾ കാണുവാൻ കഴിയുന്നു. അവരുടെ പ്രത്യാശയോട് ഞങ്ങൾ തന്നെ സ്തുതിക്കുന്ന പ്രിയം വിധിക്കാൻ പ്രാർത്ഥിക്കുന്നു. നീ അവരെ അനുഗ്രഹിക്കാൻ ആശ്വസിപ്പിക്കുന്നു. ഹൃദയം തകർത്ത് എന്റെ പ്രവൃത്തി പകരണമേ എന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ ഉപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകുക. ഒരിക്കലേവനും മരിക്കും നിർണയം ഒരുങ്ങെല്ലാവരും മരിപ്പാൻ.
ഒരിക്കലേവനും മരിക്കും നിർണയം ഒരുങ്ങെല്ലാവരും മരിപ്പാൻ. ദരിദ്രൻ ധനികൻ വയസ്സൻ ശിശുവും മരിക്കുന്നില്ലയോ ലോകേ. ദരിദ്രൻ ധനികൻ വയസ്സൻ ശിശുവും മരിക്കുന്നില്ലയോ ലോകേ. പൂരമേൽ മുളയ്ക്കും പുല്ലിനു സമം നരന്റെ ജീവിതം ഉലകിൽ. പൂരമേൽ മുളയ്ക്കും പുല്ലിനു സമം നരന്റെ ജീവിതം ഉലകിൽ. വാടിപ്പൊഴിയും പുഷ്പം പോലവൻ ഓടിപ്പോന്നിഴൽ പോലെ. ഒരിക്കലേവനും മരിക്കും നിർണയം ഒരുങ്ങെല്ലാവരും മരിപ്പാൻ. ദരിദ്രൻ ധനികൻ വയസ്സൻ ശിശുവും മരിക്കുന്നില്ലയോ ലോകേ. നാലു വിരലെ മർത്യനായുസ്സു നിൽക്കുന്നോരെല്ലാം മായ. നാലു വിരലെ മർത്യനായുസ്സു നിൽക്കുന്നോരെല്ലാം മായ. വേഷനിഴലിൽ നടന്നു തങ്ങൾ നാൾ കഴിക്കുന്നേ കഥ പോലെ. വേഷനിഴലിൽ നടന്നു തങ്ങൾ നാൾ കഴിക്കുന്നേ കഥ പോലെ. ഒരിക്കലേവനും മരിക്കും നിർണയം ഒരുങ്ങെല്ലാവരും മരിപ്പാൻ. ദരിദ്രൻ ധനികൻ വയസ്സൻ ശിശുവും മരിക്കുന്നില്ലയോ ലോകേ. ആയുസ്സെൺപതു വർഷമാകിലും ആയതിൻ ബലം ഭേദം. ആയുസ്സെൺപതു വർഷമാകിലും ആയതിൻ ബലം ഭേദം. ആണ്ടായിരമൊരു ദിവസമായിട്ടേ ആണ്ടവൻ കണക്കാക്കൂ. ഒരിക്കലേവനും മരിക്കും നിർണയം ഒരുങ്ങെല്ലാവരും മരിപ്പാൻ. ദരിദ്രൻ ധനികൻ വയസ്സൻ ശിശുവും മരിക്കുന്നില്ലയോ ലോകേ. മണ്ണാൽ മനയപ്പെട്ട നൽമേനി മണ്ണായഴിയും കുഴിയിൽ. മണ്ണാൽ മനയപ്പെട്ട നൽമേനി മണ്ണായഴിയും കുഴിയിൽ. ശ്വാസം നിൽക്കുമ്പോൾ ആത്മാവോ തന്റെ വാസം തേടിപ്പോം വേഗം. ശ്വാസം നിൽ
നിൽക്കുമ്പോൾ ആത്മാവോ തന്റെ വാസം തേടിപ്പോം വേഗം. ദരിദ്രൻ ധനികൻ വയസ്സൻ ശിശുവും മരിക്കുന്നില്ലയോ ലോകേ. ഒന്നും നാമീഹെ കൊണ്ടുവന്നില്ല, ഒന്നും കൂടാതെ പോകും. ഒന്നും നാമീഹെ കൊണ്ടുവന്നില്ല, ഒന്നും കൂടാതെ പോകും. സമ്പാദിച്ചതു പിന്നിൽ തള്ളണം, നന്ദി കൂടല്ലോ ലോകം. സമ്പാദിച്ചതു പിന്നിൽ തള്ളണം, നന്ദി കൂടല്ലോ ലോകം. ഒരിക്കലേവനും മരിക്കും നിർണയം, ഒരുങ്ങെല്ലാവരും മരിപ്പാൻ. കർത്തനേശുവിൽ നിദ്ര കൊള്ളുന്നോർ ഭാഗ്യം കൊടുത്തതിനായി ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു കർത്താവേ. പ്രിയ പൈതലിന്റെ ചേതനയേറ്റ ശരീരത്തിന് മുൻപിൽ ഭയഭക്തിയോടെ ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. ഇവിടെ മൃതശരീരം ഇവിടെ ആയിരിക്കുന്നുവെങ്കിലും കർത്താവെ, അവിടെ ജീവൻ, അവിടെ ആത്മാവ്, ഇമ്പങ്ങളുടെ പ്രതീക്ഷ കർത്താവിന്റെ രൂപം കണ്ട് ആനന്ദിക്കുന്നതോർത്ത് ഞങ്ങൾ നന്ദിയോടെ അങ്ങേ സ്തുതിക്കുന്നു കർത്താവെ. ദുഃഖത്തിലും ഭാരത്തിലുമായിരിക്കുന്ന പ്രിയപ്പെട്ട എല്ലാവരെയും ഓർത്ത് ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കർത്താവെ. ബ്രദർ ബിൽജിക്കായി, പ്രേദാശിക്കായി, അകാൺ കുഞ്ഞുങ്ങൾക്കായി ഞങ്ങൾ പ്രത്യേകം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ദൈവം നിന്റെ മക്കളുടെ ഉള്ളത്തിൽ നൽകിയിരിക്കുന്ന പ്രത്യാശയ്ക്കായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവെ. മറ്റെല്ലാ പ്രിയപ്പെട്ടവർക്കായി, കുടുംബങ്ങൾക്കായി, കർത്താവിന്റെ ദാസന്മാർക്കായി എല്ലാം ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. തുടർന്നുള്ള ശുശ്രൂഷകളെല്ലാം കർത്താവിന്റെ തിരുസാന്നിധ്യം പകരണമേ. പല സ്ഥലങ്ങളിൽ നിന്നും കർത്താവെ ശുശ്രൂഷ സംബന്ധിക്കുവാൻ കടന്നു വരുന്ന പ്രിയപ്പെട്ടവരെല്ലാം ദൈവം അനുഗ്രഹിക്കണമേ. ഇവിടെ നടക്കുന്ന എല്ലാ ശുശ്രൂഷകളും ഞങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമാക്കി തീർക്കണമേ. പ്രകൃതിയിൽ മേൽ അധികാരമുള്ള ദൈവം എല്ലാം നന്നായി ചെയ്യുന്നതിനായി സ്തോത്രം. അടിയങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി ഞങ്ങൾ അങ്ങനെ വാഴ്ത്തുന്നു. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. ഇപ്പോൾ ഒരു പാട്ട് പാടുന്നതായിരിക്കും. ഉല്ലാസമോടിക
കർത്താവിൻ്റെ പരിശുദ്ധമായ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട വിൽജുപുത്രനും ഡോളി സിസ്റ്റർക്കും ദൈവം ദാനം നൽകിയ 21 വർഷം അവർക്ക് വളർത്തുവാനായി അവരുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച പ്രിയപ്പെട്ട ജൂലിയ മോളെ കഴിഞ്ഞ വെള്ളിയാഴ്ചയിൽ വൈകുന്നേരത്തെ ദൈവസനിലേക്ക് ചേർക്കുവാൻ ദൈവത്തിന് പ്രസാദം തോന്നി. ദൈവപ്രസാദത്താൽ ദൈവസനിൽ എത്തിച്ചേർന്നിരിക്കുന്ന ജൂലിയാമോളുടെ മൃതശരീരത്തിന് ഇവിടെ അവസാന ശുശ്രൂഷകൾക്ക് വേണ്ടിയാണ് നാം കൊണ്ടുവന്നിരിക്കുന്നത്. ഈ ശുശ്രൂഷയിൽ നാം പങ്കെടുക്കുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും പ്രത്യാശ വർദ്ധിക്കുന്നതിനും നമ്മുടെ ദുഃഖങ്ങളും ഭാരങ്ങളും മാറുന്നതിനും ഇടയാകട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. പത്തനാപുരം ഇമ്മാനുവേൽ മാർത്തോമാ സഭയുടെ വികാരിയായിരിക്കുന്ന റവറൻഡ് VS ജോൺ നമ്മുടെ മധ്യയെ കടന്നിട്ടുണ്ട്. ആ ദൈവഭൃത്തിനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. 1-2 വാക്ക് സംസാരിപ്പാൻ ഉള്ളതായിരിക്കുന്ന സാവകാശം ഉണ്ടായിരിക്കുന്നു. 21 വയസ്സുള്ള ജൂലിയ വിൽജി ഉമ്മൻ്റെ വേർപാട് വേദനാജനകമാണ്. ബിടെക് വിദ്യാർത്ഥിനിയായിരുന്നു. പെട്ടെന്ന് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. അതിൽ കുടുംബങ്ങൾക്ക് മാനുഷികമായ ദുഃഖമുണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു. തൊട്ട് സമീപത്തുള്ള ഇമ്മാനുവേൽ മാർത്തോമാ ഇടവകയുടെ പേരിൽ, എല്ലാ കുടുംബാംഗങ്ങളുടെയും പേരിൽ, ഇവിടെ ചുറ്റും താമസിക്കുന്ന പലരും ആ ഇടവിൽപ്പെട്ടവരാണല്ലോ, എല്ലാവരുടെയും പേരുള്ള ആദരാഞ്ജലികൾ ഇവിടെ അറിയിക്കുക. ഒരു പൂന്തോട്ടം നട്ടുവളർത്തുന്ന അതിൻ്റെ ഉടമസ്ഥൻ നല്ല പൂക്കൾ കാണുമ്പോൾ അതിൽ സന്തോഷിക്കും. ചിലപ്പോൾ തനിക്കിഷ്ടമുള്ള ഒരു പൂവ് പിച്ചിയെടുത്തെന്ന് വരും, അത് നുകരും, അതിൽ സന്തോഷിക്കും. ഈ ചെറിയ പൂവിനെ ദൈവം എടുത്തു എന്ന് വിശ്വസിക്കാം. വിശുദ്ധ പൗലോസ് പറഞ്ഞിരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ലാഭക്കച്ചവടം മരണമാണ്. അത് ക്രിസ്തുവിൽ മരിക്കുന്നവർ, അത് ഭാഗ്യകരമായ അവസ്ഥയാണ്, ഏറ്റവും വലിയ ലാഭമാണ്. അതുകൊണ്ട് മരണത്തെ ഭീതിയോടെ നോക്കുവാനല്ല, സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുവാൻ, മരണത്തെ വെല്ലുവിളിക്കുവാൻ. ഹേ മരണമേ നിന്റെ ജയമിലൂടെ, ഹേ മരണമേ നിന്റെ വിഷമുള്ളൂടെ എന്ന് മരണത്തെ വെല്ലുവിളിപ്പാൻ ഇടയാകട്ടെ. ഇതെപ്പോൾ സംഭവിക്കുമെന്ന് ആർക്കും തിട്ടമായി പറയാൻ ഈ ലോകത്തിൽ സാധിച്ചിട്ടില്ല. എന്നാൽ തിട്ടമുള്ള ചില വ്യക്തികളൊക്കെ ഉണ്ടായിരുന്നു. നാഗൽ സാഹിബിൻ്റെ അടുത്ത് എന്ന വ്യക്തികളോട് എന്താണ് പറയാനുള്ളതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, അന്നേരം സാഹിബ് എഴുതി കൊടുത്തതാണ്, ആകെ അല്പനേരം മാത്രം എൻ്റെ യാത്ര തീരുവാൻ. യേശുവെ നിനക്ക് സ്തോത്രം, വേഗം നിന്നെ കാണും ഞാൻ. കേരളത്തിലെ എല്ലാ സംസ്കാര ശുശ്രൂഷകളിലും പല വിധത്തിൽ ആളുകൾ പാടുന്ന പാട്ടാണ്, ആകെ അല്പനേരം മാത്രം എൻ്റെ യാത്ര തീരുവാൻ. മാർത്തോമാ സഭയുടെ സംസ്കാര ശുശ്രൂഷയിൽ ഭവനത്തിൽ വെച്ച് നടത്തുന്ന ഒരു വാചകമുണ്ട്, സഹോദരന്മാരെ, ഇന്ന് നാം ഭവനങ്ങളിൽ സംസാരിക്കുന്നവരായിരിക്കുന്നു, നാളെ ശവക്കുഴിയിൽ മൗനതയുള്ളവരായിത്തീരുന്നു. ദിവസം തോറും ഇതോർക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. മരണത്തെക്കുറിച്ച് കാഴ്ചപ്പാടുള്ളവരായി, ദർശനമുള്ളവരായി ജീവിപ്പാൻ, പ്രത്യാശയോടെ പ്രവർത്തിപ്പാൻ നമുക്കെല്ലാം ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദുഃഖത്തിലിരിക്കുന്ന കുടുംബാംഗങ്ങളെ സർവശക്തനായ ദൈവം ആശ്വസിപ്പിച്ച് ധൈര്യപ്പെടുത്തട്ടെ, പ്രത്യാശയോടെ പ്രവർത്തിപ്പാൻ അവരെ ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിക്കാം. ഞങ്ങളെ സൃഷ്ടിച്ചവനും ക്രിസ്തുയേശുവിൽ കൂടി ഞങ്ങളെ വീണ്ടെടുത്തവനും
പരിശുദ്ധാത്മാവിൽ കൂടി ഞങ്ങളെ വഴിനടത്തുന്നതുമായ സർവശക്തിയുള്ള ദൈവമായ കർത്താവേ, അവിടുന്ന് ഞങ്ങളെ പരിപാലിക്കുന്ന ദൈവമായിരിക്കുന്നവർ സ്തുതിക്കുന്നു. കഷ്ടതകളിൽ ഏറ്റവും തുണയാളിയായിരിക്കുന്നവർക്ക് മഹത്വപ്പെടുത്തുന്നു. കൊടുങ്കാറ്റുകൾ ഞങ്ങളുടെ നേരെ ആഞ്ഞടിക്കുമ്പോൾ ശാശ്വതമായ പാറയാട്ടുള്ളവർക്ക് സ്തോത്രം ചെയ്യുന്നു. ഈ മകളുടെ വേർപാടിൽ മാനുഷികമായ ദുഃഖത്തിലായിരിക്കുന്ന കുടുംബാംഗങ്ങളെയൊക്കെ തിരുക്കരങ്ങൾ സമർപ്പിക്കുന്നു. അവരുടെ കണ്ണിൽ നിന്നും കണ്ണുനീരിനെയും ഹൃദയത്തിൽ നിന്ന് അതിവേദനകളെ നീക്കിക്കളയണമേ. പ്രത്യാശയോടെ നിന്റെ മകളെ യാത്രയപ്പാൻ നിന്റെ മക്കളെ ഒരുക്കണമേ. ക്രിസ്തുവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവന്മാർ, തങ്ങളുടെ പ്രയത്നങ്ങളിലും വിശ്രമിക്കേണ്ടതാകുന്നു. ദൈവമായ കർത്താവേ, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് എന്ന് ഞങ്ങളെ അറിയിച്ചിരിക്കുന്നതോ സ്തോത്രം ചെയ്യുന്നു. ദുഃഖത്തിന്റെ പാനപാത്രം കർത്താവിന്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടെ ഞാനത് വാങ്ങി ഹല്ലേലൂയ സ്തോത്രം പാടും. ദൈവദാസനോട് ചേർന്ന് ആശ്വസിപ്പാൻ ഞങ്ങളെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജീവിക്കുന്ന ക്രിസ്തു, മരിക്കുന്ന ലാഭം നേടുവാൻ ഇടയാക്കണമേ. മരണത്തെ ഭീതിയോടെ നോക്കുവാനല്ല, സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുവാൻ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹേ മരണമേ നിന്റെ ജയമെവിടെ, ഹേ മരണമേ നിന്റെ വിഷമുള്ളവിടെ എന്ന് മരണത്തെ വെല്ലുവിളിപ്പാൻ തക്കണം ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുവിൽ മരിക്കുന്ന ഭാഗ്യകരമായ അവസ്ഥ പ്രാപിപ്പാൻ ഞങ്ങളെല്ലാം സഹായിക്കണമേ. ഉപേക്ഷിക്കേണ്ടതല്ല ഉപേക്ഷിക്കുവാൻ, സ്വീകരിക്കേണ്ട സ്വീകരിപ്പാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ മകളുടെ നല്ല മാതൃകളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. നിത്യതയിൽ കാണുന്ന പ്രത്യാശയോടെ ധൈര്യപ്പെടുവാൻ, ആശ്വസിക്കുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ബന്ധുമിത്രാദികളായ, ചാർച്ചക്കാരായ, സ്നേഹിതരായ കിടന്നവൻ എല്ലാവരെയും വാഴ്ത്തണമേ. ഇന്ന് ഇവിടെ നടക്കുന്ന എല്ലാ ശുശ്രൂഷകളെയും ആദരിക്കണമേ. ശുശ്രൂഷയ്ക്ക് നേർത്തുന്ന എല്ലാവരെയും സദാമത്തിന് വേണ്ടി പ്രവർത്തിപ്പാൻ എല്ലാവരെയും ഒരുക്കണമേ. കാലാവസ്ഥ അനുകൂലമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാറ്റിടത്തെ പരിപാലനമുണ്ടായിരുന്നു ഞങ്ങളെ വാഴ്ത്തണമേ. വേർപാടിൻ്റെ ദുഃഖം അനുഭവിക്കുന്ന മറ്റു കുടുംബങ്ങളെല്ലാം ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദേശത്തിനു വേണ്ടി, രാജ്യത്തിനു വേണ്ടി ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ഇടികളിൽ നിന്ന്, മിന്നലുകളിൽ നിന്ന്, ഭൂകമ്പത്തിൽ നിന്ന്, പഞ്ഞത്തിൽ നിന്ന്, പാർശ്വവാതിൽ നിന്നൊക്കെ വിടുവിക്കണമേ. എല്ലാ അർത്ഥം ഞങ്ങളെ വിടുവിച്ച് പരിപാലിച്ച് ശക്തീകരിക്കണമേ. അവിടുത്തെ ചിറകിൽ ഞങ്ങളെ മറച്ച് ഞങ്ങളെ സഹായിക്കണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ യാചിക്കുന്ന കൃപയോടെ കേൾക്കണമേ. ഇന്ത്യൻ പെന്തക്കോസ്ത് ദൈവസഭയുടെ ജനറൽ, സ്റ്റേറ്റ് തലങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട അനവധി കർത്തൃദാസന്മാരും ഇവിടെ ഒരു ബൈബിൾ കോളേജിൽ നടത്തുന്നതുകൊണ്ട് ആ ബൈബിൾ കോളേജിലുള്ള ബന്ധത്തിൽ ഉള്ള കഴിഞ്ഞ നാളിൽ ഇവിടെ പഠിച്ച് കടന്നുപോയ ദൈവദാസന്മാർ, ഈ കുടുംബത്തോട് സ്നേഹവാത്സല്യമുള്ള ദൈവത്തിൻ്റെ ദാസന്മാരെല്ലാം ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ട്. അനവധി ദൈവദാസന്മാർക്ക് ഒരു വാക്ക് പറയുവാനുള്ള താല്പര്യം കാണും. എന്നാൽ ഇന്നത്തെ നമ്മുടെ ഈ ശുശ്രൂഷയിൽ വളരെ പരിമിതമായ സമയം മാത്രമേ നമുക്ക് ഉണ്ടായിരിക്കുകയുള്ളൂ. അതുകൊണ്ട് സമയം തുടർന്ന് ലഭിക്കുന്ന ദൈവത്തിൻ്റെ ദാസന്മാർ ഇവിടെ പറയുന്നതിനനുസരിച്ച് 1 മിനിറ്റ് എന്ന് പറയുന്നവർ 1 മിനിറ്റും 2 മിനിറ്റ് എന്ന് പറയുന്നവർ 2 മിനിറ്റും മാത്രം വിനിയോഗിക്കാനായിട്ട് താല്പര്യപ്പെടുന്നു. നിങ്ങളുടെ സമയം അതിക്രമിച്ചാൽ ഞാൻ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ നിങ്ങളുടേതാണ് എന്നുകൂടെ ഇപ്പോൾ ഓർപ്പിക്കുന്നു. പാസ്റ്റർ എബ്രഹാം ജോൺ, പാസ്റ്റർ ജെയിംസ് അലക്സാണ്ടർ എന്നീ ദൈവദാസന്മാർ 1 മിനിറ്റ് ഇപ്പോൾ സംസാരിക്കുന്നു. 1997 എൻ്റെ 22ാമത്തെ വയസ്സിൽ ഒരു പരാജയപ്പെട്ട മനുഷ്യനായിട്ട് ഞാൻ IIT-യിൽ കാലുകുത്തി. അന്ന് തൊട്ട് പ്രിയ ജോർജ് മുന്നപ്പച്ചൻ്റെ ഭവനത്തോട്, പ്രിയ ബിൽജി സാറിനോട്, ഡോളി മാമയോട്, പ്രിയ ജെയിംസ് സാറിനോട് വളരെ ആഴമായൊരു സ്നേഹബന്ധം ദൈവം എനിക്ക് നൽകി തന്നു. അന്ന് പ്രിയ ജൂലിക്ക് 5 വയസ്സ് പ്രായം. വളരെ സ്നേഹത്തോടും ആദരവോടും കുടുംബത്തിലുള്ള പ്രിയപ്പെട്ടവരോട് സഹകരിപ്പാൻ, ഇവിടെ വേദവിദ്യാഭ്യാസം പൂർത്തിയാക്കുവാൻ ദൈവം എനിക്ക് അവസരം തന്നു. ചില വർഷങ്ങളായി ഇവിടെ കർത്താവിൻ്റെ വചനം പഠിപ്പിക്കുവാൻ ദൈവം എനിക്ക് അവസരം തന്നു. കഴിഞ്ഞ ബുധനാഴ്ച പ്രഭാതത്തിൽ ഇവിടെ ക്ലാസ് എടുക്കുവാനായിട്ട് വന്നപ്പോൾ 50 ലഡുവുമായിട്ടാണ് ഞാനിവിടെ വന്നത്. ഈ ഭവനത്തിൽ പ്രിയ വിലി സാറും അമ്മാമയും കുഞ്ഞുങ്ങളും താമസിക്കുന്ന ഭവനത്തിൽ അവിടെ വന്നപ്പോൾ പ്രിയ ജേക്കബും ജൂലിയയും അവിടെ ഉണ്ടായിരുന്നു. ഈ മധുരം പങ്കുവെക്കുമ്പോൾ ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ദുഃഖവാർത്ത എൻ്റെ കാതിൽ കേൾക്കുമെന്ന്. എന്നാൽ നമ്മുടെ സമയമല്ലല്ലോ ദൈവത്തിൻ്റെ സമയം.
ജൂലിയ പറഞ്ഞതുപോലെ ജീവിതം കൊണ്ടാണ് സുവിശേഷം വെളിവാക്കേണ്ടത്. അത് തന്റെ ജീവിതത്തിലൂടെ വെളിപ്പെടുത്തുവാൻ പ്രിയ പൗരന്മാരും അവസരം കൊടുത്തല്ലോ. മരണത്തിലും പ്രത്യാശയുള്ളത് കൊണ്ട് നമ്മുടെ എല്ലാവരെയും ആഴമായ കാത്തിരിപ്പും പ്രത്യാശയും കർത്താവ് വരുമ്പോൾ പ്രിയ പൗരനോട് ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നമുക്കിടയാകും. അതുവരെ ദുഃഖാർത്തരായ കുടുംബാംഗങ്ങളെ കർത്താവ് ആശ്വസിപ്പിക്കട്ടെ, സമാധാനിപ്പിക്കട്ടെ, പ്രത്യാശയോടെ ജീവിപ്പാൻ കർത്താവ് കൃപ ചെയ്യട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിലെ പ്രഭ പോലെ പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങളെപ്പോലെ എന്നും എന്നേക്കും പ്രകാശിക്കുന്ന നീതിസൂര്യനായ ക്രിസ്തുവിന്റെ രാജ്യത്തിൽ ഒരു ജ്യോതിർഗോളം പോലെ ജൂലിയ മോൾ എഴുന്നേറ്റ് വരും. അതുവരെ പ്രത്യാശയോടെ നമുക്കായിരിക്കാം. ദൈവം എല്ലാ ഹൃദയങ്ങളെയും ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വേദവിദ്യാലയത്തിന്റെ അധ്യാപകരെ പ്രതികരിച്ച് വിദ്യാർത്ഥികളെ പ്രതികരിച്ച് ഞാൻ എൻ്റെ അനുശോചനം അറിയിക്കുന്നു. ദൈവം എല്ലാവരെയും ആശ്വസിപ്പിക്കുമാറാകട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. 2 പതിറ്റാണ്ടും 1 വർഷവും ഈ ഭൂമിയിൽ തൻ്റെതായ വീട്ടിൽ പാർത്ത് തൻ്റെ നിത്യമായ ശാശ്വതമായ ഭവനത്തിലേക്ക് വാങ്ങിപ്പോയ പത്തനാപുരം ശാന്തി ഭവനിൽ ഞാൻ വളരെ ഏറ്റവും സ്നേഹിക്കുന്ന പ്രിയ വിലിജിച്ചാൻ്റെ ഏകമകൾ പ്രിയ ജൂലിയ മോളുടേതായ ദേഹവിയോഗത്തിൽ ഈ ദിവസങ്ങളിൽ പങ്കുകൊണ്ടവരുടെ ദുഃഖത്തിൽ പങ്കുചേരുവാൻ ലഭിച്ചതായ നല്ല സന്ദർഭത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എൻ്റെതായ ബാല്യപ്രായം മുതൽ ഈ ഭവനവുമായി സ്നേഹബന്ധം പുലർത്തുവാൻ ദൈവം അവസരത്തെ നൽകി. ജ്യേഷ്ഠ അനുജന്മാരെ പോലെ സ്നേഹിപ്പാനുള്ളതായ ഭാഗ്യം കർത്താവ് ഞങ്ങൾക്ക് നൽകി. കഴിഞ്ഞ നാളുകളിൽ പ്രിയ ജൂലിയാമ്മയുടേതായ ജീവിതവും പ്രവർത്തനവും ആത്മീയ രംഗങ്ങളിലെ തൻ്റെ മുന്നേറ്റവും കണ്ട് സന്തോഷിപ്പാനുള്ളതായ ഭാഗ്യം ലഭിക്കുകയുണ്ടായി. സൺഡേ സ്കൂൾ PIPA തലങ്ങളിൽ വളരെ താലന്തുള്ള ഒരു പൈതലായിരുന്നു ജൂലിയ എന്ന് പറയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. എന്നാൽ ചുരുങ്ങിയ വർഷം കൊണ്ട് തനിക്ക് ചെയ്യുവാനുള്ളതെല്ലാം ചെയ്ത് തികച്ച ശേഷം തനിക്കായി ജീവൻ തന്നതായ കർത്താവിൻ്റെ അടുക്കലേക്ക് വാങ്ങിപ്പോയി. കർത്താവിൻ്റെ മുഖം കണ്ടുകൊണ്ട് അവിടെ അത് സന്തോഷിക്കുന്നല്ലോ. പ്രിയപ്പേതൻ്റെതായ വേർപാട് നമ്മെ ദുഃഖിതരാക്കിയിരിക്കുകയാണെന്നാൽ അതിനു മീതെ കവിയുന്നതായ ഒരു ദൈവിക സന്തോഷം, സമാധാനം, പ്രത്യാശ ദൈവം നമ്മുടെ ഉള്ളത്തിൽ നൽകിയിട്ടുണ്ടത് ഓർത്ത ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ വിൽജിച്ചായൻ, ഞാൻ മേഖലാ സൺഡേ സ്കൂളിനോടുള്ളതായ ബന്ധത്തിൽ എപ്പോൾ ഏതൊരു ആവശ്യവുമായി ഇവിടെ കടന്നു വന്നാലും ഒരു തടസ്സവും കൂടാതെ ആ കാര്യങ്ങളിൽ തന്നാൽ കഴിയുന്നതിനപ്പുറമായി സഹകരിക്കുന്ന ഒരു ദൈവദാസനാണെന്ന് പറയുവാനും ഈ അവസരം ഞാൻ എടുക്കുകയാണ്. ദുഃഖത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവമായ കർത്താവ് തൻ്റെതായ ദിവ്യവചനം നൽകി ആശ്വസിപ്പിക്കട്ടെ. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർത്തെഴുന്നേൽക്കുമ്പോൾ പ്രിയ ജൂലിയ മോളെ നമുക്ക് കാണാം. ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും ആശ്വസിപ്പിക്കട്ടെ. സമയം അനുവദിച്ചത് ദൈവദാസന് നന്ദി. മേഖല PI സൺഡേ സ്കൂൾ എന്റേതായ നാമത്തിൽ, കേരള സ്റ്റേറ്റ് കൗൺസിൽ എന്നതായ നാമത്തിൽ സൺഡേ സ്കൂളിന്റെ സ്റ്റേറ്റ് ഒരു മെമ്പർ എക്സിക്യൂട്ടീവ് അങ്ങനെയായ നിലയിൽ എല്ലാവിധമായ ദുഃഖങ്ങളും പങ്കുവെക്കുന്നു. അപ്പോൾ തന്നെ പ്രത്യാശയും പങ്കുവെച്ച വാക്കുകളെ ചുരുക്കും. പ്രിയപ്പെട്ട ജൂലിയ മോൾ മുൻപ് വിദ്യാഭ്യാസം ചെയ്തതും സിസ്റ്റർ ഡോളി ടീച്ചർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതുമായ സ്കൂളിൽ നിന്നാണ് ഈ കുഞ്ഞുങ്ങൾ ഇവിടെ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. സ്റ്റാഫ് കുഞ്ഞുങ്ങളൊക്കെയും കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പാസ്റ്റർ KJ ജോസഫ് 1 മിനിറ്റ് ആശ്വാസമായിട്ട് പറയും. അതുപോലെ തന്നെ സൺഡേ സ്കൂൾ അസോസിയേഷൻ്റെ ഡെപ്യൂട്ടി ഡയറക്ടറായിട്ട് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പാസ്റ്റർ ഡാനിയൽ കൊന്നു നിൽക്കുന്നതിൽ 1 മിനിറ്റ് സംസാരിക്കുന്നത്. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വളരെയധികം ദുഃഖപൂർണമായ ഒരു വേളയാണ് ഇതെന്ന് ഞാൻ പറയാതെ എല്ലാവർക്കും അറിയാം. സ്നേഹിച്ച് ലാളിച്ച് വളർത്തി അകാലത്ത് പൊഴിഞ്ഞുപോയ
മകളെക്കുറിച്ചുള്ള വേദന എമ്മാത്രമായിരിക്കും എന്ന്, അവരുടെ മാതാപിതാക്കൾക്ക് എമ്മാത്രമായിരിക്കുമെന്ന് ഊഹിപ്പാൻ കഴിയുമല്ലോ. അവരെ ആശ്വസിപ്പിപ്പാൻ ആരുടെയും വാക്കുകൾ പര്യാപ്തമല്ല. സർവശക്തനായ ദൈവം അവരെ ആശ്വസിപ്പിക്കട്ടെ. നാം അവൾ പോയ സ്ഥലത്തേക്ക് പോവുകയല്ലാതെ ദാവീദ് പറഞ്ഞതുപോലെ ഞാൻ അങ്ങോട്ട് പോയി എൻ്റെ മകനെ കാണും എന്ന് പറയുവാനല്ലാതെ മറ്റൊന്നും പറയുവാൻ ഇല്ല. പെന്തക്കോസ്തിൻ്റെ 4ാമത്തെ തലമുറയാണ് പ്രിയമകൾ. അവളുടെ മാതാപിതാക്കളെയെല്ലാം നമുക്കറിയാം. അവരുടെ വലിയപ്പച്ചനെ അറിയാം. വലിയപ്പച്ചൻ്റെ അപ്പച്ചൻ പാസ്റ്റർ TG ഉമ്മച്ചൻ അവരുകളെ നമുക്കറിയാം. ഇവരെയൊക്കെയും ഞാൻ ഓർക്കും. അവരുടെ കുടുംബത്തിൽ നിന്ന് ഒരു വ്യക്തിയുടെ ദൈവസന്നിധിയിൽ പ്രവേശിച്ചല്ലോ, അതിൽ നമുക്ക് സന്തോഷിക്കാം. ചെറുപ്രായം മുതൽ പെന്തക്കോസ്ത് ഉപദേശങ്ങളെ ഗ്രഹിക്കുകയും ആചരിക്കുകയും അതനുഷ്ഠിക്കുകയും ചെയ്തു പോന്ന ഒരു മകൾ എന്നുള്ള നിലയിൽ മകളെക്കുറിച്ച് നമുക്ക് അഭിമാനിക്കാൻ, വിദ്യാഭ്യാസത്തിലും ജീവിതത്തിലും ധന്യമായ മാതൃക നമുക്ക് കാട്ടിത്തന്നു എന്ന് അഭിമാനപൂർവം ഓർക്കുവാൻ കഴിയുന്നു. ഞാനതിൽ സന്തോഷിക്കുന്നു. ദുഃഖത്തിൽ ഇരിക്കുന്ന, ഞാൻ അധികം സ്നേഹിക്കുന്ന പാസ്റ്റർ ജോർജ് ഉമ്മൻ അവറുകൾ, അദ്ദേഹത്തിൻ്റെ മക്കളെയെല്ലാം എനിക്ക് അതുപോലെ പരിചയമില്ല, എങ്കിലും എൻ്റെ സമീപത്തിരിക്കുന്ന കർത്തൃദാസൻ ജെയിംസ് ജോർജ് അവറുകളെ ഞങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്തിട്ടുണ്ട്, സഹകരിച്ചിട്ടുണ്ട്. ഈ നല്ല കുടുംബത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിത്യതയിൽ നമുക്ക് ഒരുമിച്ച് സന്തോഷിക്കാം. അവിടെ പ്രിയ മകളെ നമുക്ക് കാണാം. ആ വലിയ പ്രത്യാശയോടുകൂടെ ഞാൻ എൻ്റെ വാക്കുകളെ വിടുന്നത്. തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. വളരെ ദുഃഖസാന്ദ്രമായിരിക്കുന്ന, പ്രത്യാശ നിർഭരമായിരിക്കുന്ന ഒരന്തരീക്ഷത്തിലാണ് നാം ഏവരും ഇന്നീ പ്രഭാതത്തിൽ ആയിരിക്കുന്നത്. നാം വളരെ നമ്മെ സ്നേഹിച്ച പ്രിയ ജൂലിയ മകൾ താൻ പ്രിയം വെച്ച കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കൂട്ടിച്ചേർക്കപ്പെടുവാൻ തക്കവണ്ണമിടയായി. വേർപാട് വളരെയധികം വേദനാജനകമാണ്. എന്നാൽ അകാലത്തിലുള്ള വേർപാട് അതിലുപരിയാണ്. നമുക്കറിയാം, പ്രിയമകൾ 21 സംവത്സരങ്ങൾ മാത്രം ഈ ഭൂമിയിൽ ജീവിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ കൂട്ടിച്ചേർക്കപ്പെടുവാൻ തക്കവണ്ണമിടയായി. ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം ഈ ലോകം ഒരിക്കലും ശാശ്വതമല്ല. മരണം ഏത് സമയത്തും മനുഷ്യനെ കടന്നാക്രമിക്കാം. നിഴൽ പോലെ മനുഷ്യനെ അനുഗമിക്കുന്ന ഒന്നാണ് മരണം. അത് യാഥാർത്ഥ്യമാണ്. അതിന് പ്രായമില്ല, അതിന് പണമില്ല, അതിനാരോഗ്യമില്ല. ഏതു സമയത്തും കർത്താവ് വിളിക്കുമ്പോൾ പോയേ മതിയാകുകയുള്ളൂ. നേരത്തെ എനിക്ക് മുമ്പേ പറഞ്ഞ പുരോഹിതൻ പറഞ്ഞതുപോലെ ഒരു മനോഹരമായ തോട്ടത്തിനകത്തുനിന്ന് തോട്ടക്കാരൻ വളരെ ബന്ധപ്പെട്ട് നട്ടു വളർത്തി വളമിട്ട് പുഷ്പിച്ചു നിൽക്കുന്ന ഒരു പുഷ്പം തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ വരുമ്പോൾ പറിച്ചെടുത്ത് അതിൻ്റെ സൗന്ദര്യം ആസ്വദിക്കുന്നത് പോലെ തോട്ടക്കാരൻ എത്ര പറിക്കരുത് എന്ന് പറഞ്ഞാലും തോട്ട ഉടമസ്ഥന്റെ അവകാശമാണ് പറിക്കുക എന്നുള്ളത്. അതുകൊണ്ടാണ് യോബ് പറഞ്ഞത്, യഹോവ തന്നു, യഹോവ എടുത്തു, അവന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 21 സംവത്സരങ്ങൾ പ്രിയ വിൽച്ചാന് പ്രിയ മകളെ വളർത്താൻ ദൈവം കൊടുത്തു. ദൈവത്തിൻ്റെ സമയമായപ്പോൾ പ്രിയമോളെ ദൈവം തിരിച്ചെടുക്കുവാൻ തക്കവണ്ണം ഇടയായി. അതുകൊണ്ട് ഞാൻ പറയട്ടെ, പ്രിയ മകൾ ഇന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ സന്തോഷിക്കുക. നമ്മളെല്ലാം ദുഃഖിപ്പിച്ചുകൊണ്ടാണ് പ്രിയ മകൾ പോയതെങ്കിലും അവൾ ദൈവസന്നിധിയിൽ സന്തോഷത്തോടുകൂടെ ആയിരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയ വാത്സല്യ കുടുംബത്തിന് എല്ലാ ആശ്വാസവും ദൈവം കൊടുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പ്രിയ ജോർജ് മച്ചാൻ എൻ്റെ അധ്യാപകനാണ്. വിൽച്ചാൻ എൻ്റെ കൂടെ കൗൺസിൽ മെമ്പറായി ഞങ്ങൾ ഒരുമിച്ച് അടുത്തിരിക്കുന്നവരാണ്. പ്രിയ മകളുടെ വേർപാട് വളരെ വേദനിപ്പിക്കുന്ന അനുഭവമാണെങ്കിലും പ്രത്യാശ
നമുക്ക് തന്നിരിക്കുന്നതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. എൻ്റെ മുമ്പിൽ സമയം വളരെ കുറവായതുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ചുരുക്കുന്നു. IPC ജയോത്സവം വർഷിപ്പ് സെൻ്ററിൻ്റെ, ജയോത്സവം മിനിസ്ട്രീസിൻ്റെ, IPC വർക്കല ഏരിയയുടെ, തിരുവനന്തപുരം മേഖലയുടെ, സൺഡേ സ്കൂൾ അസോസിയേഷൻ്റെ, കേരള സ്റ്റേറ്റ് കൗൺസിൽ പ്രസ്ബിറ്ററിയുടെ എല്ലാറ്റിൻ്റെയും ദുഃഖവും പ്രത്യാശയും പങ്കുവച്ചുകൊണ്ട് ഞാൻ ദൈവത്തെ ഇരിക്കുന്നു. ദൈവനാമം ഇവിടെ മഹത്വപ്പെടുമാറാകട്ടെ. The faculty and students of Karunya University who came all the way from Coimbatore, now they can use another 15 minutes to say your condolence and show your grievance over here.
grief when we heard about the demise of a dear friend. None of us believed it till we seeing a friend in her eternal rest. To tell about Julia, she made an impact in all of our lives. She was dear to each and every one of us. All of us wanted to come here, but then they didn't have the strength to come and see her in this position. But we all believe that God has picked the best flower from the garden. Julia is always living in our hearts. We miss her angelic smile. Whenever I go into the class, I put my bag, and the first thing I do, she smiles at me. Her smile has been an encouragement to all of us. All of us have our personal experiences with Julia. She's been an angel. She's been a dear friend. None of us have any regrets against her. She led a very simple and a meaningful life. She's made a very great impact in all of our lives. As said in the Bible in Psalms 116:15, dear in the sight of the Lord is the death of his saints. We all believe that she is a saint. She lived a righteous life, and that's why God didn't want her to experience more pain, and he took her. Though her life was very short, it was meaningful and it was complete. Her 3.5 years life with us, we were a family. Now we miss our sister. We are very grieved by this loss. And I thank God at this moment for her wonderful life. She's been an inspiration to many of us. Her easygoing nature, her calm attitude. It is really difficult to see another Julia. At this time, I bring condolence from my university, from my faculty, and from all of their classmates to the great family of Julia. Words seem inadequate to express the sadness we feel, but as we all believe, we will meet again when God comes back in his full glory. And right now, Julia is safe in the hands of God. She always wanted to go to this space. She had an ambition to go to this space. And now she's with God. She's with the controller of the space. She had a complete life. Even recently, we all had gone for a tour, and there she enjoyed. She didn't have any regrets. She was dancing with joy. She enjoyed the Onam celebration in our university. She had a complete life, though a very short one. Hers was a meaningful and a complete life. And this time, we give our condolences to the great family. Julia will live in our hearts. Praise be to God. Last 3 years, Karunya was her home. ECB was her family. Me and Julia used to fight a lot whether my class CSEB is the best or ECB is the best. She loved you people a lot. I especially want to thank the Chancellor of our university, Dr. Paul Dinagan Uncle, for his comforting and blessed words. I also want to thank all the faculty members of EC department. A special thanks to her first year, second year, third year and fourth year roomies for your care. Especially the present roommates, Richu, Ria and Praislin. Karunya University, you took great care of 09FJ087 Julia Viljuman. Thank you so much, Karunya University. Our Chancellor Uncle, VC Sir, Registrar, WHOD, especially EC Department, all the Deans, Directors, and especially the ECB students. Last 4 years, you girls were her sisters. You guys were her brothers. Thank you so much.
Thank you so much for the great pain you took to come all the way from Coimbatore. May God bless you all. Thank you so much. ജൂലി ഞാൻ പഠിപ്പിച്ചു എൻ്റെ മക്കളെ പോലെയാണ് ഞാൻ കണക്കാക്കിയത്. ഇത് ഈ വാർത്ത ഞാൻ കേട്ടപ്പോൾ തന്നെ വാസ്തവത്തിൽ ഞാൻ സ്തംഭിച്ചു പോയി. 2 മാസങ്ങൾക്ക് മുമ്പ് കോയമ്പത്തൂർ വെച്ച് ഞാൻ ജൂലിയുമായിട്ട് മൊബൈൽ സംസാരിച്ചതാണ്. ജൂലിയുടെ ഫാദറും മദറും അവിടെ വന്നപ്പോൾ എനിക്ക് വാസ്തവത്തിൽ എൻ്റെ ഒരു മകൾ നഷ്ടപ്പെട്ട അതേ പ്രതീതിയാണ്. ഓക്കെ, എല്ലാ നിത്യശാന്തിയും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അതുപോലെ തന്നെ പ്രൊഫസർ ഡോക്ടർ ക്രിസി തോമസ് എന്നെ പ്രിയപ്പെട്ടവർ. ചാൾസ് ഡിക്കൻസ് പറഞ്ഞൊരു പദം ഞാൻ എടുത്ത് പറയട്ടെ. വി മീറ്റ് ടു പാർട്ട് ആൻഡ് വി പാർട്ട് ടു മീറ്റ്. നാം കണ്ടുമുട്ടുന്നത് പിരിയുവാനാണെന്നും പിരിയുന്നത് വീണ്ടും കണ്ടുമുട്ടുവാനാണ്. പ്രിയ മകളുടെ ദേഹവിയോഗത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസം അറിയാനിടയായി. ഞാനും പ്രിയ വിൽജിയുമായി 10-24 വർഷത്തെ അടുത്ത പരിചയം നമ്മുടെ ഇന്ത്യ പെന്തക്കോസ്ത് ദിവസഭയുടെ വകയായിട്ട് ഉണ്ടായിരുന്ന പ്രോജക്ട്സിലെ മാനേജരായി അദ്ദേഹം ജോലി ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ കോർഡിനേറ്ററായിരുന്നു. ആ കാലം മുതലേ അടുത്ത പരിചയപ്പെടുവാൻ, അതിനു മുമ്പുള്ള പരിചയമല്ല, കൂടുതൽ പരിചയപ്പെടുവാനുള്ള അവസരം ലഭിച്ചു. പ്രിയ മകളുടെ നിര്യാണത്തിൽ ഞങ്ങൾക്കുള്ള ദുഃഖം, ഞങ്ങളുടെ കുടുംബത്തിനുള്ള ദുഃഖം ഞാൻ അറിയിക്കുന്നു. ദൈവമായ കർത്താവ് ദിവ്യാശ്വാസം കൊണ്ടവരെ നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടുകൂടി, പ്രത്യാശയോടുകൂടെ എൻ്റെ വാക്കുകൾ ഞാൻ വിരാമമിടുന്നു. ദൈവം കുടുംബത്തെ സമാധാനിപ്പിക്കട്ടെ. വിശേഷാൽ പാസ്റ്റർ ജോർജ്മൻ കുടുംബം, സഹോദരങ്ങൾ, വിൽജി കുടുംബം വരെ എല്ലാവരെയും ദിവ്യ സമാധാനം കൊണ്ട് കർത്താവ് നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. എനിക്ക് കോട്ടയത്ത് തന്നെ ഇപ്പോൾ നടക്കുന്ന ഒരു ശവസംസ്കാര ശുശ്രൂഷയിൽ പങ്കുചേരേണ്ടതുകൊണ്ട് ഞാൻ അവിടേക്ക് പോകുന്നു. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ക്രിസ്തുവിൽ ശ്രേഷ്ഠരെ, പ്രിയപ്പെട്ടവരെ, സഹോദരൻ വിൽജി UESI കുടുംബത്തെ സംബന്ധിച്ച് വളരെ ശ്രേഷ്ഠമായ ബന്ധം പുലർത്തുന്ന വ്യക്തിയായിരുന്നു. പഠിക്കുന്ന കാലത്ത് തൊട്ട്, പ്രീ ഡിഗ്രി പഠനകാലത്ത് തൊട്ട് തന്നെ UESIയിൽ കൂടെ പ്രവർത്തിക്കാനും ഒരു സാക്ഷ്യജീവിതം നയിക്കാനും സാധിച്ച വ്യക്തിയാണ്. ഇന്നും അത് വളരെ വിലമതിച്ച് തൻ്റെ ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കുന്ന വ്യക്തിത്വമാണ്. സഹോദരൻ വിൽജിക്കും സഹോദരൻ ഡോളിക്കും ദൈവം ഏൽപ്പിച്ച, അവർ കാവൽക്കാരായി ദൈവം അവരെ ഏൽപ്പിച്ച, അവരുടെ സ്വന്തമെന്ന് പറയാനല്ല, വെറും കാവൽക്കാരായി ദൈവം അവരെ ഏൽപ്പിച്ച കുഞ്ഞിനെ ഇത്രമാത്രം വിശ്വസ്തയോടെ പരിപാലിച്ച് ദൈവം ചോദിച്ച സമയത്ത് വിശ്വസ്തയോടെ ഏൽപ്പിച്ചു കൊടുക്കാൻ സാധിച്ച ശ്രേഷ്ഠമായ രണ്ടുദരങ്ങളാണ് വിൽജിയും ഡോളിയും. ഹാനോക്കിനെ പോലെ ഈ ഭൂമിയിൽ ദൈവത്തോട് പറ്റിച്ചേർന്ന് നടന്നപ്പോൾ വേർപിരിയാൻ പറ്റാത്ത നിമിഷമാകുമ്പോൾ മറ്റൊന്നില്ല, ദൈവം തങ്കിലേക്ക് വിളിച്ചു കൂട്ടിച്ചേർക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ജൂലിയുടെ നമ്മൾക്കറിയാം, അവിടെ അവസാന നിമിഷവും പ്രാർത്ഥിച്ചു. ജീവിതമാണ് സുവിശേഷം എന്ന് പറഞ്ഞ്
തന്നെ സമർപ്പിച്ചു പോയ ജൂലി ആ വിശ്വാസത്തിൽ സന്തോഷിക്കാൻ മാതാപിതാക്കൾക്കും പ്രിയപ്പെട്ടവർക്കും ഇടയായിത്തീരുന്നു. ആ കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ USA കുടുംബത്തിനുള്ള എല്ലാ അനുശോചനങ്ങളും ഞങ്ങൾ അറിയിക്കുന്നു. പ്രത്യാശ നിറഞ്ഞു നിൽക്കുന്ന ഈ നല്ല അന്തരീക്ഷത്തിൽ പ്രിയ ബ്രദർ ജോലിയുടെ വിയോഗത്തിൽ ദുഃഖിതരായിരിക്കുന്ന പ്രിയ കുടുംബത്തോട് ദുഃഖത്തിൽ പങ്കുചേരുന്നു. ഇന്ത്യ പെന്തക്കോസ് ദൈവസഭ പൂവത്തൂർ എബനേസർ സഭയിലെ പരുത്തമ്പാറയിലെ പ്രിയ കുഞ്ചായൻ്റെ മകൾ പ്രിയ നിങ്ങളുടെ സഹോദരി ഡോളിക്ക് ദൈവം നൽകിയ പൈതലാണ് ജൂലിയ. കഴിഞ്ഞ ദിവസം കർത്തൃസന്നിധിയിലേക്ക് ചേർക്കപ്പെടുവാനിടയായി തീർന്നു. ദൈവം ആ കുടുംബത്തെ വലിയ പ്രത്യാശയോടെ നിലനിർത്തട്ടെ, വലിയ ധൈര്യവും ശക്തിയും പകരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. പൂവത്തൂർ എബനേസർ സഭ ദുഃഖത്തിൽ പങ്കുചേരുന്നു. ഒപ്പം പൂവത്തൂർ സഭയിൽ മുൻകാല ശുശ്രൂഷകനായിരുന്ന ഇപ്പോൾ സ്റ്റേറ്റ്സിൽ കർത്താവിൻ്റെ വേലയിലായിരിക്കുന്ന പാസ്റ്റർ രാജൻ വർഗീസ്, പാസ്റ്റർ വർഗീസ് PC എന്നിവർ അവരുടെ കുടുംബത്തിൻ്റെ ദുഃഖം രേഖപ്പെടുത്തണമെന്ന് അറിയിച്ചിരിക്കും. അവരുടെ ദുഃഖവും അവരുടെ കുടുംബത്തിൻ്റെ ദുഃഖവും ഈ സമയത്ത് രേഖപ്പെടുത്തും. പ്രത്യാശാസമയത്ത് പ്രിയ മക്കളോടൊപ്പം പ്രത്യാശയിൽ പങ്കുചേരുന്നു. ദൈവം സമാധാനവും ആശ്വാസവും എല്ലാ ദൈവകൃപയും ഈ കുടുംബത്തിന് നൽകട്ടെ. നിത്യതയുടെ തുറമുഖത്ത് പ്രിയ പൈതലിനെ കാണാം എന്നുള്ള വലിയ പ്രത്യാശയോടെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. പൂവത്തൂർ സഭ വളരെ സ്ഥാനം പിടിച്ചിരിക്കുന്ന ഒരു സഭയാണ്. അങ്ങനെ ഉള്ളതിൻ്റെ കാരണം പരുത്തൻപാറ കുടുംബം പോലെയുള്ള ധാരാളം കുടുംബങ്ങൾ ആ സഭയിലെ അംഗങ്ങളാണെന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. ബഹുമാനപ്പെട്ട കുഞ്ഞുച്ചായൻ കുടുംബം ദീർഘവർഷങ്ങൾ നോർത്ത് ഇന്ത്യയിൽ ജോലിയിലായിരുന്നു. അവർ ജോലിയിലായിരിക്കുമ്പോഴും സുവിശേഷത്തിന് വേണ്ടി നിവരെ നിന്ന അനുഗ്രഹിക്കപ്പെട്ട കുടുംബമാണ്. ദൈവം കൊടുത്ത മക്കളെ എല്ലാവരെയും കർത്താവിൻ്റെ വചനം പഠിപ്പിക്കുകയും വിശുദ്ധിയിൽ അവരെ കാക്കുകയും ചെയ്തു. ബഹുമാനപ്പെട്ട ഡെലി സിസ്റ്റർ ആ സഭയ്ക്കൊരു അഭിമാനമായിരുന്നു. അവരുടെ പ്രിയപ്പെട്ട പൈതൽ താൻ പ്രിയം വെച്ച കർത്തൃസനിലേക്ക് ചേർക്കപ്പെട്ടെന്നുള്ള വാർത്ത ഞങ്ങൾ കേൾക്കുന്ന സമയത്ത് വഹിക്കുവാൻ അല്പം ഭാരം തോന്നി. കാരണം ആ സഭയുടെ 5 വർഷത്തെ ശുശ്രൂഷയിൽ ഈ പ്രിയപ്പെട്ട മക്കളെ 3 പേരെയും പലപ്പോഴും കാണുകയും പരിചയപ്പെടുകയും അവരുടെ ആത്മാർത്ഥമായ സഹകരണവും സ്നേഹവും ഞങ്ങൾ അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. അല്പം ഭയത്തോടും പ്രയാസത്തോടുമാണ് ആ വാർത്ത ഞങ്ങൾ സ്വീകരിച്ചതെങ്കിലും സകലാശ്വാസങ്ങളെയും ദൈവം ആ കുടുംബത്തെ ആശ്വസിപ്പിക്കട്ടെ എന്ന് അന്ന് മാത്രമല്ല ആ ദിവസങ്ങളിൽ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഈ പ്രിയപ്പെട്ട മകളുടെ ഒപ്പം സഭയിൽ ആത്മീകമായ പ്രവർത്തനങ്ങൾക്കൊന്നും നിന്ന ഞങ്ങളുടെ പ്രിയ കുഞ്ഞുങ്ങൾക്കൊന്നും അത് സഹിക്കുവാൻ കഴിയുന്നതല്ല. എൻ്റെ മോളും ഈ കുഞ്ഞുങ്ങളൊക്കെയായിട്ട് വളരെ ആത്മാർത്ഥമായ ബന്ധമുള്ളവരായിരുന്നു. അതിബ്രതമായ ബന്ധമുള്ള പാസ്റ്റർ ടൈറ്റസ് വർഗീസ് എറണാകുളത്ത് ഇന്ന് രാവിലെ എന്നെ വിളിച്ച് അദ്ദേഹത്തിൻ്റെ ദുഃഖം ഇവിടെ അറിയിക്കണമെന്ന് ഉറപ്പിച്ചിരുന്ന ആ കാര്യയോട് പറയുന്നു. സർവശക്തനായ ദൈവം ഈ കുടുംബത്തെ ആശ്വസിപ്പിക്കട്ടെ. നിത്യയുടെ തുറമുഖത്ത് ആ പെമ്പിലരിയിൽ നമുക്ക് മുൻപേ കർത്താവിന്റെ സ്ഥലത്ത് ചേർക്കപ്പെട്ടവരെ സ്വർഗീയമായ ശരീരത്തോടെ വീണ്ടും കാണാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രിയ പൈതലിൻ്റെതായ വിയോഗത്തിൽ ദുഃഖിതരായിരിക്കുന്ന മാതാപിതാക്കളെയും പ്രത്യേകിച്ച് പാസ്റ്റർ ജോർജുമിനെയും ജെയിംസ് ജോർജിനെയും മറ്റെല്ലാം പ്രിയമുള്ളവരെയും സ്വർഗത്തിൽ ദൈവം ആശ്വസിപ്പിക്കട്ടെ. ദൈവമക്കളാവുന്ന നമുക്കൊരു വലിയ പ്രത്യാശയുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ പ്രിയമുള്ളവർ ക്രിസ്തുവിൽ മരിച്ചവർ അവർ നഷ്ടപ്പെട്ടിട്ടില്ല. കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ നമുക്ക് വീണ്ടും കാണാമെന്നുള്ളതായ വലിയ പ്രത്യാശ ദൈവമായ കർത്താവ് തന്നിരിക്കുന്നതിനാൽ നന്ദിയോടുകൂടെ സ്തോത്രം. പ്രിയ പൈതലെ പൊയ്ക്കൊള്ളുക, വിശ്രമിച്ചു കാലാവസാനത്തിങ്കൽ നിന്റെ ഓഹരി പ്രാപിപ്പാൻ എഴുന്നേറ്റ് വരുമ്പോൾ വീണ്ടും നമുക്ക് കാണാമെന്നുള്ള പ്രത്യാശയോടുകൂടെ വിടവാകുന്നു. എന്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും നിരണത്തുള്ള ദൈവത്തിൻ്റെ ജനങ്ങളുടെയും അതുപോലെ തിരുവല്ല ഡിസ്ട്രിക്റ്റിലുള്ളതായ ദൈവദാസന്മാരുടെയും ദൈവസഭകളുടെയും ദൈവജനങ്ങളുടെയും ദുഃഖവും പ്രത്യാശയും ഞാൻ അറിയിച്ചുകൊണ്ട് ഇവിടെ പറയുന്നു. ദൈവമായ കർത്താവ് സഹായിക്കട്ടെ. പ്രിയ ജൂലിയയ്ക്ക് 4.5 വയസ്സ് പ്രായമുള്ളപ്പോഴാണ് ഞാനും എൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളും
IPC ശാലേം സഭയുടെ ചാർജിൽ വന്നത്. അവർക്ക് 7.5 വയസ്സായപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് യാത്രയായി. ജൂലിയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് പറയാനുണ്ട്. അതിനൊന്നും സമയമെടുക്കുന്നില്ല. നിത്യതുറമുഖത്ത് പ്രിയ മോളെ കാണാമെന്നുള്ള പ്രത്യാശ ഞങ്ങൾക്കുണ്ട്. എൻ്റെയും കുടുംബത്തിൻ്റെയും ദുഃഖം അവിടെ അറിയിക്കണം എന്നറിയിച്ചിട്ടുണ്ട്. അക്കാര്യം ഞാൻ അറിയിക്കുന്നു. വിശേഷിയ ഉമ്മച്ചായൻ്റെ ജോർജ് ഉമ്മച്ചായൻ്റെ ഇളയ മകൾ മേഴ്സി സഭയിൽ കൂടുന്ന ചില സഹോദരങ്ങളിലൂടെ വന്നു ചേർന്നിട്ടുണ്ട്. ആ സഭയുടെയും ആ കുടുംബത്തിൻ്റെയും കൂടെ ദുഃഖം പങ്കുവെച്ചുകൊണ്ട് ബാക്കി ദൈവം നമ്മെ സഹായിക്കട്ടെ. 21 വർഷം പ്രിയ ഡാഡിക്കും മമ്മിക്കും പൊന്നുമകളെ എന്ന് വിളിക്കാൻ ഒരവസരം കൊടുത്തിട്ട് അവളുടെ നിത്യപിതാവിൻ്റെ അടുക്കിലേക്ക് എന്നും മകളെ എന്ന് വിളിക്കുന്ന, നിത്യത മുഴുവൻ മകളെ എന്ന് വിളിക്കുന്ന അപ്പൻ്റെ അടുക്കിലേക്ക് അവൾ പോയി. ജൂലിയ went to be with God, her eternal father, her heavenly father. Her life is conveying a message to her friends and all of us. The life is short. Soon it will pass away. But the life in Christ is eternal. ആർക്കും തകർക്കാൻ കഴിയാത്ത, നിർത്തുവാൻ കഴിയാത്ത ഒരു നിത്യ ജീവിതത്തിലേക്ക് അവൾ പോയി. ക്രിസ്തുവിൽ അവൾ സുരക്ഷിതയാണ്. ഏറ്റവും സെക്യൂർ ആയിട്ടുള്ള, ഹോളി ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ് പ്രിയ മകൾ യാത്രയായിരിക്കുന്നത്. 4 പതിറ്റാണ്ട് അല്ല, 80 പതിറ്റാണ്ടിൽ കുറവെങ്കിലും ഈ ദേശത്തു നിന്ന് ലോകമെമ്പാടും യേശുവിൻ്റെ പുനരുദ്ധാനത്തിൻ്റെ ശക്തിയെ വിളിച്ചു പറഞ്ഞ 4 തലമുറകളിലെ ആ കന്യാണവൾ. തീർച്ചയായിട്ടും യേശു കൊടുക്കുന്ന ആശ്വാസത്തിൻ്റെ, പുനരുദ്ധാനത്തിൻ്റെ സന്ദേശത്തിന് പ്രിയപ്പെട്ടവർ അർഹരാണ്. ദൈവം ആശ്വസിപ്പിക്കട്ടെ. തിരുവല്ല സെൻറ്ററിന് വേണ്ടി, മന്നമരുതി ബഥേൽ സെമിനാരിക്ക് വേണ്ടി, PYPയുടെ മുൻ പ്രവർത്തകർക്ക് വേണ്ടി ഞങ്ങളുടെ പ്രത്യാശ പങ്കുവയ്ക്കുന്നു. ശോഭയേറും നാടുണ്ട്, കാണാനേ ദൂരെ സംഗീതം നവശോഭനാട്ടി പാടും വാഴ്ത്തപ്പെട്ടോരുടെ സംഗീതം ഖേദോദനമില്ലല്ലോ നിത്യം സൗഭാഗ്യമാക്കട്ടെ ചേർത്തിടും ഭംഗിയേറിയാത്തിരത്ത് ചേർത്തിടും ഭംഗിയേറിയാത്തിരത്ത് സ്നേഹമാസോദത്താതനോട് സ്നേഹദാനത്തിനും നാൾക്കുനാ സ്നേഹമാസോദത്താതനോട് സ്നേഹദാനത്തിനും നാൾക്കുനാ വീഴ്ചയും നന്മയ്ക്കും കാഴ്ചയായി
ദുഃഖാർത്ഥരായിരിക്കുന്ന കുടുംബാംഗങ്ങൾക്ക് സ്വർഗത്തിലെ ദൈവം സമാധാനവും ആശ്വാസവും നൽകട്ടെ. കാരുണ്യ യൂണിവേഴ്സിറ്റിയുടെ സീനിയർ ചാപ്ലിനായിട്ട് ഞാൻ സ്ഥാനമേൽക്കുന്ന അന്നാണ് ഈ മകളുടെ വേർപാടറിയുന്നത്. അന്ന് ആ ക്യാമ്പസിൽ ഈ മകൾക്ക് കൊടുത്തായ യാത്രയയപ്പ് വളരെ ഹൃദ്യമായിരുന്നു. 7000 കുട്ടികൾ ഒരുമിച്ച് കൂടിയിരുന്ന് ഈ പ്രിയ മകളെ ഓർത്ത് അവരുടെ ജീവിതത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഡോക്ടർ പോൾ ദിനകരനും ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ചേർന്ന് കുടുംബത്തിൻ്റെ ആശ്വാസത്തിനായിട്ട് പ്രാർത്ഥിച്ചു. എത്ര അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു യാത്രയപ്പായിരുന്നു. എൻ്റെ വിചാരം നമുക്ക് ആർക്കും കിട്ടാത്ത ഒരു യാത്രയപ്പ് ഈ പ്രിയ മകൾക്ക് നമ്മുടെ അസാന്നിധ്യത്തിൽ ആ സ്ഥാപനം നൽകിക്കൊടുത്തു. നമ്മുടെ വിശ്വാസം പുരാതന ദൈവം ഞങ്ങളുടെ സങ്കേതമാണ്. കീഴ ശാശ്വത ഭുജങ്ങൾ മാതാപിതാക്കളെയും ദൈവമക്കളെ പരീക്ഷയുടെ നടുവിൽ കൂടെ കടത്തിക്കൊണ്ടുപോയി ഒരുമിച്ച് കാണുന്ന ആ മനോഹര തീരത്ത് കാണാനായിട്ട് ദൈവരിടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം ശക്തി തരട്ടെ. ഡോക്ടർ പോൾ ദിനകരന് വേണ്ടിയും കാരുണ്യ യൂണിവേഴ്സിറ്റിക്ക് വേണ്ടിയുള്ള അനുശോചന ഈ സമയത്ത് അറിയിക്കുന്നു. ദൈവം നിങ്ങളെ ശക്തീകരിച്ച് ബലപ്പെടുത്തട്ടെ. മേ ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. സാഹചര്യത്തിൽ അതോടൊപ്പം തന്നെ ദൈവികമായ പ്രത്യാശയാൽ നിറഞ്ഞിരിക്കുന്ന ഈ സാഹചര്യത്തിൽ പത്തനാപുരം സെന്റ് മേരീസ് റെസിഡൻഷ്യൽ സ്കൂൾ കുടുംബ അംഗങ്ങൾക്ക് വേണ്ടി പ്രത്യേകിച്ച് പഠിപ്പിക്കുന്ന ഡോളി മിസ്സിനെ ഓർത്തും കുടുംബാംഗങ്ങൾ എല്ലാവർക്കും ജേക്കബ്, ജോർജ്, വിൽജി സാറ് എല്ലാവർക്കും ദൈവം ആശ്വാസം നൽകുന്ന പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. പ്രിയ ജൂലിയ വിൽജി ഉമ്മൻ പത്തനാപുരം സെന്റ് മേരീസ് സ്കൂളിൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1ാം ക്ലാസ്സിൽ ജോയിൻ ചെയ്തു. കൃത്യം 12 വർഷക്കാലം ഞങ്ങൾക്ക് ആ കുഞ്ഞിനെ പഠിപ്പിക്കുവാനും ഉള്ളൊരു സാഹചര്യം ലഭിച്ചു. സ്കൂളിലായിരിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് ഓർക്കുകയാണ് എൻ്റെ വിഷയത്തിൽ +2 പരീക്ഷയിൽ ഇംഗ്ലീഷിന് മോള് വാങ്ങിച്ച മാർക്ക് ഇറ്റ് വാസ് 94%. ഓൾ ഇന്ത്യയിൽ തന്നെ മികച്ച ഒരു പ്രകടനം കാഴ്ചവെക്കാനായിട്ട് പ്രിയ ജൂലിയയ്ക്ക് സാധിച്ചു. സ്കൂളിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഈ ദുഃഖവിവരം അറിഞ്ഞ സാഹചര്യം മുതൽ എല്ലാവരും കുടുംബാംഗങ്ങൾ കൃത്യമായിട്ട് പ്രാർത്ഥിക്കുന്ന ദുഃഖത്തിലായിരിക്കുന്ന എല്ലാവരും ദൈവം തമ്പുരാൻ ആശ്വസിപ്പിക്കുന്ന കൃത്യമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഞാൻ ഈ കുഞ്ഞിനെ പഠിപ്പിക്കുന്ന അവസരത്തിൽ അവരുടെ 12ാം ക്ലാസ്സിൽ അവർക്ക് പഠിക്കാൻ ടെക്സ്റ്റ് ഉണ്ട്. മൈക്ക് ബെത്ത് ഷേക്സ്പിയറിയൻ ടെക്സ്റ്റാണ്. അത് പഠിപ്പിക്കുമ്പോൾ അതിനകത്തൊരു ലൈനുണ്ട്, ലൈഫ് ഈസ് എ ടെയിൽ told by an idiot, full of sound and fury, signifying nothing. ഞാൻ ഇന്ന് ആ സെന്റൻസ് എൻ്റെ കുട്ടികളോട് പറയുകയായിരുന്നു. ഞാൻ മോളെ പഠിപ്പിക്കുന്ന സമയത്തിൽ ആ ക്ലാസ്സിൽ ഏറ്റവും ആദ്യം ആ ജീവിതത്തെക്കുറിച്ചുള്ള ഡെഫിനേഷൻ മനഃപ്പാഠമാക്കി പറഞ്ഞു കേൾപ്പിച്ചത് ജൂലിയ മോളായിരുന്നു. അങ്ങനെ പല സന്ദർഭങ്ങളിൽ നല്ല മിടുക്കിയായിട്ട് പഠിച്ച് ഏത് സാഹചര്യത്തിലായിരുന്നാലും അവിടെയൊക്കെ തൻ്റെ ആ കഴിവ് കാണിച്ചു കൊടുത്ത ആ മോളുടെ ആത്മാവിന് ഞങ്ങൾ നിത്യശാന്തി നേരുന്നു. ഒരു മഹാനുപ്രകാരം പറയുകയാണ്, ഇറ്റ് ഡസന്റ് മാറ്റർ ഹൗ ലോങ് യു ലീവ്, ബട്ട് ഇറ്റ് റിയലി മാറ്റേഴ്സ് ഹൗ യു ലീവ്. എത്ര കാലം ജീവിച്ചിരിക്കുന്നു എന്നുള്ളതല്ല, മറിച്ച്
എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ച് തന്റെ ജീവിതത്തിന്റെ അന്തസ്സത്തെ എന്ന് പറഞ്ഞാൽ. ഞാൻ പ്രത്യാശിക്കുകയാണ്, ഇപ്പോൾ ഇത്രയും ദേവദാസന്മാരും ഈ മകളെ, ഈ കുടുംബത്തെ സ്നേഹിക്കുന്ന എല്ലാവരും ചേർന്നാണ് ഈ കുഞ്ഞിനെ ഇവിടുന്ന് യാത്രാമൊഴി നൽകുവാനായിട്ട് തയ്യാറായിരിക്കും. അങ്ങനെയെങ്കിൽ ഈ ജോലി മോള് കഴിഞ്ഞ വെള്ളിയാഴ്ച കർത്താവിന്റെ സന്നിധിയിലേക്ക് ഇമ്പങ്ങളെ പ്രതീക്ഷയിൽ എടുക്കപ്പെട്ടപ്പോൾ എത്രയോ വിശുദ്ധന്മാര്, എത്രയോ മാലാഖമാര് ഈ കുഞ്ഞിനെ സ്വീകരിക്കാനായിട്ട് സ്വർഗത്തിൽ ഉണ്ടായിരുന്നു. അതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കുകയും തീർച്ചയായിട്ടും നമ്മുടെ ദുഃഖത്തിലെ ഭാരത്തിൽ എല്ലാം നമ്മളെ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ സെന്റ് മേരീസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ നമ്മുടെ ഗ്രൂപ്പിന്റെ ചെയർമാൻ ഇവിടെ 11:00 വരാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഒരുപക്ഷെ അദ്ദേഹത്തിന് ഇതിനുള്ള സാഹചര്യം അനുശോചനം അറിയിക്കുന്ന സാഹചര്യം ലഭിച്ചില്ല എങ്കിൽ കൂടി പത്തനാപുരം സെന്റ് മേരീസ് സ്കൂൾ കുടുംബ അംഗങ്ങൾ, രക്ഷകർത്താക്കള്, കുഞ്ഞുങ്ങള്, അധ്യാപകര്, അനധ്യാപകർക്ക് വേണ്ടി, അതോടൊപ്പം തന്നെ പത്തനാപുരം ഈ ബ്രാഞ്ചിന്റെ ഹെഡ് ഓഫീസായ സെന്റ് മേരീസ് എഡ്യൂക്കേഷൻ കൾച്ചറൽ സൊസൈറ്റിയുടെ കീഴിലുള്ള എല്ലാ സ്ഥാപനങ്ങളുടെയും ആദരാഞ്ജലികളും അനുശോചനം ഇത്തരത്തിൽ അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ഈ പ്രത്യേക സാഹചര്യത്തിൽ നുറുങ്ങിയ ഹൃദയത്തോടും തകർന്ന മനസ്സോടും സർവാശ്വാസത്തിൻ്റെയും ഉടയവനായ കർത്താവിൻ്റെ സന്നിധിയോട് ചേർന്നും നമുക്കായിരിക്കാൻ ഒരുമിച്ച് ലഭിച്ച ഈ സന്ദർഭത്തിനായി സ്തോത്രം ചെയ്യും. കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാൻ അമേരിക്കയിൽ നിന്ന് പോരുന്നതിന് മുൻപ് ഈ വിവരം അറിയുവാനിടയായി തീർന്നു. ഞങ്ങൾക്കൊരുമിച്ച് പഠിച്ച ഗ്രാൻഡ് പേരൻസ് അവരിവിടെ ഉണ്ട്. കർത്താവിൻ്റെ വിശ്വസ്തയോടുകൂടെ കർത്താവ് ഏൽപ്പിച്ച വലിയ ശുശ്രൂഷ ചെയ്ത തലമുറകളിൽപ്പെട്ട ഒരു കണ്ണി കർത്താവിൻ്റെ രാജ്യത്തിലേക്ക് പ്രവേശിച്ചു എന്നുള്ളത് അതിൽ സന്തോഷിക്കുക. മാനുഷിക വശത്ത് ദുഃഖമുണ്ട്, വേദനയുണ്ട്. എന്നാൽ നമ്മെ ആശ്വസിപ്പിക്കുന്നവൻ കർത്താവ് മാത്രമാണ്. 116 സങ്കീർത്തനം 15 വാക്യം ഇങ്ങനെ പറയുന്നു: തൻ്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയത് ആകും. ദൈവത്തിൻ്റെ വചനത്തിൽ 2 മരണങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. ഒന്ന് ഒരു ഭക്തന്റെ മരണം, മറ്റൊന്ന് ദുഷ്ടന്റെ മരണം. ദുഷ്ടന്റെ മരണത്തിൽ ദൈവത്തിന് പ്രസാദമില്ല. എന്നാൽ ദൈവം പ്രസാദിക്കുന്നത് തന്നെ അറിഞ്ഞ് തൻ്റെ കൽപ്പന പ്രമാണിച്ച് വിശ്വസ്തയോടെ ജീവിക്കുന്ന തൻ്റെ ഭക്തരുടെ മരണമാണ്. കർത്താവിൻ്റെ വിലയേറിയ നാമത്തിനായി സ്തോത്രം ചെയ്യുന്നു. കൊതിവരുവോളം സ്നേഹിക്കാനും ലാളിക്കാനും ഓമനിക്കാനും അവസരം നൽകാതെ പ്രിയപ്പെട്ട പൈതല് തൻ്റെ ഏറ്റവും അടുത്ത ആൾക്കാരെ വിട്ട് താൻ സ്നേഹം വെച്ച് പ്രിയം വെച്ച ദൈവസന്നിധിയിലേക്ക് കഴിഞ്ഞ ദിവസം കടന്നുപോയി. വളരെ ദുഃഖകരമായ സാഹചര്യത്തിൽ പ്രിയപ്പെട്ട ജോർജ് മച്ചാനെ, എൻ്റെ അമ്മയുടെ അടുത്ത ബന്ധുവായ അന്നമ്മ കൊച്ചമ്മ, വിൽജി ജൂലിയയുടെ മാതാവ്, മറ്റു കുടുംബാംഗങ്ങൾ, ഇവരെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്ന് എനിക്കറിയില്ല, അതിന് വാക്കുകളില്ല. കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ നിര്യാതനായ സുപ്രസിദ്ധ സുവിശേഷ പ്രസംഗം PP ജോബ് എൻ്റെ അടുത്തൊരു സുഹൃത്തായിരുന്നു. അദ്ദേഹത്തിന് 2 ആൺമക്കളുണ്ടായിരുന്നു. ചില വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിൻ്റെ ഇളയ മകൻ ഡെറാഡൂണിൽ നടന്ന ഒരു കാർ ആക്സിഡൻറ്റിൽ മരിച്ചുപോയി. വളരെ ലാളിച്ചു വളർത്തിയ, ഓമനിച്ചു വളർത്തിയൊരു പുത്രനായിരുന്നു. ഈ മകൻ മരിച്ചു കഴിഞ്ഞ ശേഷം അദ്ദേഹം ഒരാഴ്ചക്കുള്ളൊരു പുസ്തകം എഴുതി, വൈ ഗോഡ് വൈ, ദൈവമേ എന്തുകൊണ്ടിത് സംഭവിച്ചു. അതിൻ്റെ മലയാളം ട്രാൻസ്ലേഷൻ അദ്ദേഹം എഴുതി. എന്നിട്ട് അവസാനം അദ്ദേഹത്തിൻ്റെ ഉത്തരമുണ്ടായിരുന്നു, യഹോവ തന്നു, യഹോവ എടുത്തു. നമ്മുടെ പ്രിയപ്പെട്ട പൈതലിനെ യഹോവ തന്നു, യഹോവ എടുത്തു. എന്തുകൊണ്ടിത് സംഭവിച്ചു ചോദിക്കാൻ നമുക്ക് അവകാശമില്ല. സർവശക്തനായ ദൈവം കുടുംബാംഗങ്ങളെ, പ്രത്യേകിച്ച് ബിൽജിയും കുടുംബത്തെയും ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു. ദൈവതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കഴിഞ്ഞ വെള്ളിയാഴ്ച വൈകിയ സമയം മുതൽ കടുത്ത മാനസിക സമ്മർദ്ദവും വേദനയും
ഞങ്ങൾ കുടുംബമായിട്ട് അനുഭവിച്ചു വരികയാണ്. ഞങ്ങളുടെ സ്വന്തം മക്കളെപ്പോലെ ഞങ്ങൾ ലാളിക്കുകയും സ്നേഹിക്കുകയും ഞങ്ങളെയും അതുപോലെ മാതൃപിതൃസ്ഥാനീയരായി കരുതി സഹകരിക്കുകയും ചെയ്ത കുഞ്ഞുങ്ങളാണ് പ്രിയ വിൽജിയുടെ 3 കുഞ്ഞുങ്ങളും. പത്തനാപുരം ശാലീൻ സഭയുടെ 3 വർഷത്തെ ശുശ്രൂഷയ്ക്ക് ശേഷം ഞങ്ങൾ ചെങ്ങന്നൂരിലേക്ക് സ്ഥലം മാറിപ്പോയി. എന്നാൽ കൂടെ കൂടെ പ്രിയപ്പെട്ടവരെ കാണുവാനും സ്നേഹം പങ്കിടുവാനും ഒക്കെയുള്ള സാഹചര്യങ്ങൾ ലഭ്യമായിക്കൊണ്ടിരുന്നു. ഏതാനും ആഴ്ചകൾക്ക് മുമ്പും പ്രിയ ജൂലിയ മോളും പ്രിയ വിൽജി ബ്രദറും സിസ്റ്ററും പ്രിയമകൻ ജോർജുമൊക്കെ യാത്രയുള്ള ബന്ധത്തിൽ നിങ്ങൾ പാർക്കുന്നിടത്ത് കടന്നു വരുവാനും ഇവിടെ സ്നേഹം പങ്കിടുവാനും ഒക്കെ ഇടയായിട്ടുണ്ട്. വളരെ ശാന്തതയും തികഞ്ഞ ഭക്തിയും ദൈവാശ്രയബോധവും പ്രാർത്ഥനാ ജീവിതവും ഉണ്ടായിരുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട പൈതലാണ് പ്രിയ ജൂലിയ മോള്. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്ന് ദൈവത്തോട് ചോദിക്കുവാൻ നമുക്ക് അവകാശമില്ല. യഹൂദന്മാരുടെ ഭവനത്തിൽ വിയോഗമുണ്ടാകുമ്പോൾ സാധാരണ പറയുന്ന പോലെ ദൈവത്തിന്റെ ഇഷ്ടം, യഹോവയുടെ ഇഷ്ടം നിറവേറി. ദൈവത്തിന്റെ ഹിതം ഇങ്ങനെയായിരുന്നു. മരണം വേദനാജനകമാണ്, നൊമ്പരങ്ങൾ നൽകുന്നതാണെന്നാൽ ആത്യന്തികമായി അതൊരവസാനമല്ല, നിത്യമായ ജീവിതത്തിന്റെ ആരംഭമാണ്. പ്രിയ പൈതലിനെ തേജസ്സിന്റെ പെൺപുലരിയിൽ മഹത്വ ശരീരധാരിയായി കാണാമെന്നുള്ള തികഞ്ഞ പ്രത്യാശ നിങ്ങൾക്കുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾ 2 പേരും എപ്പോഴും വിളിക്കും. മോന് ഒരു കണ്ടോളൻസ് ഒക്കെ ഇവിടെ അറിയിച്ചിരുന്നു എന്നെ ഓർപ്പിച്ചു. മോളും ഒരു വളരെ വേദനയിലാണ്. എൻ്റെ മകൾ വന്നു ചേരുവാൻ കഴിയാത്ത നിലയിൽ വിദേശത്താണ്. മകളുടെയും കുടുംബത്തിൻ്റെയും എൻ്റെ മകൻ്റെയും കുടുംബത്തിൻ്റെയും ദുഃഖവും പ്രത്യാശയും അറിയിച്ചുകൊണ്ടും ഞാൻ ശുശ്രൂഷിക്കുന്ന ചെങ്ങന്നൂർ പുത്തൻതെരുവ് ശാലയും ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെയും എനിക്ക് ചുമതലയുള്ള വൈക്കം ഡിസ്ട്രിക്റ്റിലെ എല്ലാ ശുശ്രൂഷകന്മാരുടെയും ദൈവജനങ്ങളുടെയും പ്രത്യാശയും ഇവിടെ പങ്കുവയ്ക്കുന്നു. ഹേ മരണമേ, നിന്റെ ജയം എവിടെയെന്ന് ഉറക്കെ വിളിച്ചുകൊണ്ട് മരണത്തെ ജയിച്ച് പ്രിയ ജൂലിയ മോൾ തൊട്ടടുത്തുള്ള സെമിത്തേരിയിൽ ഉത്ഥാനം ചെയ്യുന്നൊരു ദിവസമുണ്ട്. പ്രിയരെ, സഹചരെ, നമുക്ക് ഒരുങ്ങിയിരിക്കുന്ന വിശുദ്ധിയോടെ കാത്തിരിക്കുന്ന സകല ദൈവമക്കൾക്കും അന്നവളെ കാണാം. പ്രിയ ബോർണിച്ചാൻ, പ്രിയ അമ്മച്ചി, ഫെയ്ത്തവുമായി ഏറ്റവും അടുത്ത കുടുംബ നിലയിൽ വളരെ മാതാപിതാക്കളെ പോലെ ഞങ്ങൾ കരുതിയവരാണ്. അതുപോലെയാണ് പ്രിയ വിൽജിയും കുടുംബവും ഞങ്ങൾക്ക്. ഈ ദുഃഖത്തിൽ പങ്കുചേരുന്ന ദൈവം നിങ്ങളുടെ തകർന്ന ഹൃദയങ്ങൾക്ക് ദൈവികമായ ആശ്വാസം നൽകട്ടെ. മനെ ജോർജ്, പ്രിയ ജേക്കബെ, നമുക്ക് പ്രിയ മോളെ കാണാനുള്ള ഭാഗ്യകരമായ പ്രത്യാശയുടെ ദിനങ്ങൾ മുമ്പിലുണ്ട്. സമാധാനിക്കാം, ആശ്വസിക്കാം, പ്രത്യാശയോടെ ജീവിക്കാം. ദൈവമായ കർത്താവ് നമ്മുടെ ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കുമാറാകട്ടെ.
Karunya University along with its Chancellor, Vice Chancellor and others. We with the family paying the respects for the soul that left us. We'll be praying also for the family. Now we'll join together and pray for the family that they'll experience the divine comfort from God Almighty. Let us pray. Our Heavenly Father, we want to thank you and praise you for this life. We are not knowing the reasons why such things happen in our lives. Our minds are not able to understand it, but you know everything. And Lord, at this time, we pray that your comfort and your healing hand will rest upon the parents and the family members and the relatives of Julia. And we pray that, Lord, your comfort will rest upon the friends of Julia and other ones who have lost her. And we are sure that, Lord, she is enjoying your presence in heaven. Lord, help us to understand the importance of days that are given to our hands and help us to use the opportunities. We pray that your hand will rest upon the family. You will guide them and you will surround them with your grace that is beyond our comprehension. May your presence be with them. In Jesus' precious name. ദൈവദാസന്മാരായി ഇവിടെയുള്ള കസേരകൾ ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. ഇവിടെ ഒത്തിരി കസേരകൾ ഇനി വേക്കൻ്റായി കിടപ്പുണ്ട്. അതുകൊണ്ട് ദൈവദാസന്മാർ ദയവ് ചെയ്ത് അവിടെ നിന്ന് എഴുന്നേറ്റ് ഈ പാസ്റ്റർ ജോർജ് മുനവറുകൾ കഴിഞ്ഞ വർഷങ്ങളായി കർത്താവിൻ്റെ മഹത്വകരമായ വേലയിലും ഇന്ത്യൻ പെന്തക്കോസ്ത ദൈവസഭയിലെ ഔദ്യോഗിക സ്ഥാനങ്ങളിലും കർത്താവിന് വേണ്ടി അധ്വാനിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കർത്തദാസനാണ്. ആ ദൈവദാസന് നേതൃത്വം കൊടുക്കുന്ന IPC പുനലൂർ സെൻറ്റർ ഏറ്റവും മനോഹരമായി പോകുന്ന ഒരു സെൻ്ററാണ്. ആ സെൻ്ററിൽ നിന്ന് ദൈവദാസന്മാരുടെ കുടുംബങ്ങൾ, സഭയിൽ നിന്നുള്ള പ്രിയപ്പെട്ടവർ ഒക്കെ ഇവിടെ അനവധി പേർ കടന്നു വന്നിട്ടുണ്ട്. ആ സെൻ്ററിനെ പ്രതിനിധീകരിച്ച് പാസ്റ്റർ KP ജോസ് വൈസ് പ്രസിഡന്റ്, പാസ്റ്റർ റോയി ജോൺ സെക്രട്ടറി എന്നീ പ്രിയപ്പെട്ടവർ ഇപ്പോൾ മുൻപോട്ട് കടന്നു വന്ന് 1-2 മിനിറ്റുകൾ വീതം സംസാരിക്കുന്നു. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം ഈ പ്രത്യേക സമയത്ത് വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ത്യൻ പെന്തക്കോസ്ത് ദൈവസഭ പുനലൂർ സെൻ്ററിൻ്റെ ചുമതല വഹിക്കുന്ന ഞങ്ങളുടെ വാത്സല്യ പിതാവും മാതാവും, അതോടൊപ്പം തന്നെ പ്രിയ ബില്ലിച്ചാന്, പ്രിയ മാമാതിൻ്റെ കുഞ്ഞുങ്ങൾ തീവ്രമായ ദുഃഖത്തിൽ ഈ ദിവസങ്ങളിൽ കടന്നു പോകുമ്പോൾ അവരുടെ ദുഃഖത്തിൽ ഈ ദിവസങ്ങളിൽ പങ്കുചേരുവാൻ ഇന്ത്യൻ പെന്തക്കോസ്ത് ദൈവസഭ പുനലൂർ സെൻ്ററിലുള്ളതായ എല്ലാ ശുശ്രൂഷകന്മാർക്കും അവരുടെ കുടുംബങ്ങൾക്കും ദൈവസഭയുള്ള അംഗങ്ങൾക്കും ദൈവം ഇടവരുത്തി എന്നുള്ളത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇങ്ങനെയുള്ള ദുഃഖത്തിൻ്റെ അനുഭവങ്ങളിൽ ഞങ്ങളുടെ സെൻട്രലിലുള്ളതായ ചില കുടുംബങ്ങളും കടന്നുപോയ സമയങ്ങളിൽ ഈ പ്രിയ പിതാവ് അവിടെ കടന്നു വന്ന് ആ പ്രിയപ്പെട്ടവരെ ആശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും ക്ഷീണങ്ങൾ മറന്ന് മലയെന്നോ വഴിയില്ലാത്ത സ്ഥലങ്ങളെന്നോ ചിന്തിക്കാതെ കടന്നു വന്ന് അവരെ ആശ്വസിപ്പിച്ചതിൻ്റെ ഫലമാണ് ഈ പ്രത്യേക സമയത്ത് ഇത്ര വലിയ തീവ്രമായ ദുഃഖത്തിൻ്റെ അനുഭവങ്ങൾ ജീവിതത്തിൽ വന്നിട്ടും ദൈവത്തിൽ പ്രത്യാശയുള്ളവരായി, ജീവജലത്തിൽ പ്രത്യാശയുള്ളവരായി, വിശ്വാസമുള്ളവരായി, ധൈര്യമുള്ളവരായി ഇവിടെ ആയിരിക്കാൻ കഴിയുന്നതെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഭക്തനായ ഇയ്യോബ് നിർദോഷിയായിട്ട്, നിഷ്കളങ്കനായിട്ട്, ഒരു ഭക്തനായി ജീവിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ജീവിത തലമുറകൾ ഒരു ദിവസം എല്ലാം നഷ്ടപ്പെട്ടതായ സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു വാക്ക്, യഹോവ തന്നു, യഹോവ എടുത്തു, അവരുടെ നാമം വാഴ്ത്തിടുമാറാകട്ടെ. വാസ്തവത്തിൽ ഈ തലമുറയെ ദൈവം നിഷ്കളങ്കതയോടെ, താഴ്മയോടെ, ദൈവഭക്തിയോടുകൂടെ ജീവിക്കുന്ന അനുഗ്രഹീതനായ പ്രിയ വിളിച്ചാൻ്റെ കുടുംബത്തിന് ദൈവം നൽകുവാനിടയായി. ഈ തലമുറയെ ദൈവം എടുത്തപ്പോൾ ദൈവകോപത്തിൻ്റെ ഭാഗമായിട്ടോ ദൈവം ദുഃഖിച്ചോ അല്ല എടുത്തത്. തികഞ്ഞ ആത്മീയ അനുഭവങ്ങൾ ദൈവത്തിന് വേണ്ടി നിൽക്കുകയും ആ അനുഭവങ്ങളിൽ ആ തലമുറയെ വളർത്തുകയും ആ തലമുറയിൽ പാപമുണ്ടാകരുത്, ദൈവമില്ലാത്തതൊന്നും സംഭവിക്കരുതെന്ന് ആഗ്രഹിച്ച് ആ നിലയിൽ ഭക്തൻ്റെ വീട്ടിൽ വളർന്നു വന്ന് ഭക്തിയുടെ ഒരു കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ ദൈവം ആ കുഞ്ഞിനെ എടുത്തു എന്നുള്ളത് കൊണ്ട് ഭക്തനായ ഇയ്യോബിൽ ലഭിച്ച വെളിപ്പാടിൽ വലിയൊരു വെളിപ്പാട്
പ്രത്യാശയ്ക്ക് നമുക്ക് വകയുണ്ട്. നമ്മുടെ കർത്താവ് മടങ്ങി വരും. കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂര ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടുകൂടി ഇറങ്ങി വരുന്ന സമയത്ത് ക്രിസ്തുവിൽ മരിച്ച് മൃതന്മാർ ഉയർക്കുന്ന ആ ദിവസം ഈ പൈതൽ തേജസ്സുള്ള ശരീരത്തോട് ഉയർത്തി നിൽക്കുന്നതായ ഉന്നതമായ ഒരു പ്രത്യാശ നമുക്കുണ്ട്. ഈ കുടുംബത്തിനതുണ്ട്. നിങ്ങൾ ഓർത്ത് ദൈവത്തിന്റെ സ്തോത്രം. വീണ്ടും കാണാമെന്നുള്ളതായ പ്രത്യാശയിൽ ഞങ്ങളുമായിരിക്കുന്നു. ബന്ധക്കോസ്ത് ദൈവസഭ പുണ്യസഭകളുടേതായ എല്ലാ സഹോദരരുടെയും ദൈവദാസന്മാരുടെ കുടുംബങ്ങളുടേതായ ദുഃഖവും പ്രത്യാശ അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നമ്മെ ആശ്വസിപ്പിക്കുമാറാകട്ടെ. വേർപാടിന്റെ തീവ്രമായ വേദനയിലായിരിക്കുന്ന പ്രിയ ജോർജ് മച്ചായൻ, പ്രിയ അമ്മച്ചി, പ്രിയ വിൽജി മനവറുകൾ, തൻ്റെ കുടുംബം, പ്രിയ കുഞ്ഞുങ്ങൾ, മറ്റ് ദുഃഖാർത്ഥരായ പ്രിയപ്പെട്ടവരെ, ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ പുനലൂർ സെന്ററിന്റെ നായകത്വം വഹിക്കുന്ന അനുഗ്രഹീതനായ പിതാവാണ് പാസ്റ്റർ ജോർജ് മനവറുകൾ. തൻ്റെ കുടുംബം കഴിഞ്ഞ നാളുകളിൽ അവിടെയുള്ളതായ പ്രവർത്തനങ്ങളുള്ള ബന്ധത്തിൽ വളരെ അനുഗ്രഹീതമായ നേതൃത്വം നിലവാരം പുലർത്തി സെന്ററിനെ വളരെ അനുഗ്രഹീതമായ നിലയിൽ മുന്നോട്ട് നയിക്കുവാൻ ഇടയായി. സമയം അനുവദിച്ച കർത്തദാസൻ നന്ദി. ബേതേൽ ഗോസ്ബൽ അസംബ്ലി ചർച്ചിനെ പ്രതികരിച്ച് പാസ്റ്റർ പണിയിൽ ഇവിടെ കടന്നിട്ടുണ്ട്. ഓരോരുത്തരെ സംസാരിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ കർത്തദാസന്മാരെ മറ്റു ചില പേരുകൾ കൂടെ ഇവിടെ വായിക്കുന്നു. പാസ്റ്റർ കുഞ്ഞുമോൻ വർഗീസ്, അതുപോലെ പാസ്റ്റർ സി വി ജോൺ, ആദ്യമായി പ്രിയപ്പെട്ടവർ ഓരോ മിനിറ്റ് ഇവിടെ പ്രിയ മകളുടെ വേർപാടിൽ ദുഃഖിതരായിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ചേർന്ന് ഞങ്ങളും ദുഃഖത്തിൽ പങ്കുചേരുന്നു. ആകസ്മികമായ വേർപാട് താങ്ങുവാൻ കഴിയുന്നതിന് അപ്പുറമാണ് എങ്കിലും സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനത്താൽ ദൈവം പ്രിയപ്പെട്ടവരെ അവരുടെയും ഹൃദയങ്ങളെയും നിലവുകളെയും കാക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. പലരെയും ആശ്വസിപ്പിക്കുവാൻ പ്രാപ്തരായ കർത്തൃ ശുശ്രൂഷകന്മാരുടെ നിരയാണ് ആ കുടുംബം. എന്നാൽ ആ കുടുംബത്തിൽ നേരിട്ടതായ ഈ അത്യാഹിതം പ്രത്യാശയോട് അഭിമുഖീകരിക്കുവാൻ ദൈവം അവർക്ക് കൃപ നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മകന് ഒരുമിച്ചൊക്കെ ആ സ്കൂളിൽ പഠിക്കുന്ന സമയങ്ങൾ അവരുടെ ആ സ്നേഹവും കൂട്ടായ്മയൊക്കെയും എപ്പോഴും ഓർപ്പിക്കുകയും വിളിക്കുകയും പറയുകയൊക്കെയും ചെയ്തിട്ടുണ്ട്. ആ ദുഃഖം അവർക്കും താങ്ങുവാൻ കഴിയുന്നതിനപ്പുറമാണ് അവരുടെ ദുഃഖം ഈ തരുണത്തിൽ ഞങ്ങൾ അറിയിക്കുന്നത്. ഞങ്ങളെ വളരെ സ്നേഹിക്കുകയും ഞങ്ങൾ സ്നേഹിക്കുകയും ചെയ്യുന്ന ആ കുടുംബത്തെ ദൈവം എല്ലാ നിലയിലും ആശ്വസിപ്പിക്കട്ടെ എന്ന് മാത്രം ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ബേതേൽ ഗോസ്ബൽ അസംബ്ലിയുടെയും കാൽവറി ബൈബിൾ കോളേജിൻ്റെയും പേരിൽ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ പേരിൽ പ്രത്യേക ന്യൂയോർക്കിൽ നിന്നും കർത്താവിന്റെ ദാസൻ അവർ ഡോക്ടർ ജോയ് പ്യൂമന് അവരോട് രാവിലെ വിളിച്ചു തൻ്റെ ദുഃഖവും പ്രത്യാശയും അറിയിപ്പാൻ ഓർപ്പിച്ചിട്ടുണ്ട്. തൻ്റെ പ്രിയ കർത്തദാസി മിസ്സസ് ഗ്രേസ് മുനിവിടെയുണ്ട്. ആ കുടുംബത്തിൻ്റെ പേരിലുള്ളതായ ദുഃഖവും പ്രത്യാശയും ഈ തരുണത്തിൽ ഞങ്ങൾ അറിയിക്കുന്നു. ദൈവം എല്ലാ പ്രിയപ്പെട്ടവരെയും ആശ്വസിപ്പിക്കുമാറാണ്. സ്തോത്രം ചെയ്യും. ഈ പ്രിയ ഭവനത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ വളരെ സ്നേഹിക്കുന്ന ഒരു ഭവനമാണ്. ഈ വാർത്ത അറിഞ്ഞപ്പോൾ വളരെ വേദനയും ദുഃഖവും തോന്നി പ്രാർത്ഥിക്കുവാൻ ഇടയായി. എന്നാൽ ദൈവവചനവും അനുഭവങ്ങളും നാം മനസ്സിലാക്കുമ്പോൾ എക്കാലത്തും ദൈവമക്കളുടെ ജീവിതത്തിലും പ്രത്യേക സംഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇന്ന് നമുക്ക് മറുപടി ലഭിക്കുകയില്ല. എന്നാൽ ഒരു ദിവസം നമ്മുടെ കർത്താവിന് മുമ്പിൽ നിൽക്കുമ്പോൾ ഇതിനൊക്കെ മറുപടി ലഭിക്കുമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. വളരെ ദുഃഖത്തോടെ കടന്നു വന്നെങ്കിലും പ്രിയപ്പെട്ടവരുടെ ധൈര്യവും പ്രത്യാശയും കണ്ടപ്പോൾ ആ ദുഃഖം തന്നെ മാറിപ്പോകുവാനിടയായി. പ്രിയ ഭവനം അനേകരെ മുമ്പ് കേട്ടതുപോലെ ആശ്വസിപ്പിക്കുന്ന ധൈര്യപ്പെടുത്തുന്ന ഭവനം. അവരുടെ വിഷയത്തിലും ധൈര്യത്തോടെ ഇരിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. എന്നാൽ നമുക്ക് വളരെ പ്രത്യാശയുണ്ട്. ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം നിരാശയ്ക്ക് വകയില്ല.
ഇന്ന് നമ്മെ വിട്ട് ആമേ വാങ്ങിപ്പോകുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരെ വീണ്ടും നമുക്ക് കാണാം. അതാണ് നമ്മുടെ പ്രത്യാശ. ആ പ്രത്യാശയിൽ പ്രിയ ഭവനം പിന്നെയും മുന്നേറുവാൻ ദൈവം ഇടയാക്കട്ടെ. ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ 5 ഡിസ്ട്രിക്റ്റിന്റെ എല്ലാ ദുഃഖവും ഭവനത്തിന് രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ വിരമിക്കും. കർത്താവിൻ്റെ വിലയേറെ നാമത്തിന് സ്തോത്രം. ശ്രേഷ്ഠന്മാരായ എല്ലാ ദൈവദാസന്മാർക്കും കുടുംബാംഗങ്ങൾക്കും ദൈവനാമത്തിൽ വന്നന് ദുഃഖം തളം കെട്ടി നിൽക്കുന്ന ഈ അവസരം എന്തു പറയേണ്ടിയെന്ന് ഞാൻ ഓർത്ത് വികാരാധീനായി നിൽക്കുകയാണ്. 1986 മുതലുള്ള ചില വർഷങ്ങൾ ഞാൻ ഈ സഭയുടെ ശുശ്രൂഷയിലായിരുന്നു. ഇതാണ് എൻ്റെ ഓർമ്മ. ആ കാലയളവിലാണ് പ്രിയ ബിൽജിയുടെ വിവാഹം നടന്നതെന്ന് ഞാൻ ഓർമ്മ. ഭാഷ ജോർജ് മനോറുകൾ കുടുംബം ബിൽജിയുടെ വൈഫിൻ്റെ മാതാപിതാക്കൾ എല്ലാവരും ആയിട്ട് വളരെ സ്നേഹത്തിലും സന്തോഷത്തിലും കഴിയുവാനിടയായിട്ട് പ്രിയ പൈതലിൻ്റെ ആകസ്മികമായ വേർപാടിൽ വളരെയധികം വേദനയുണ്ട്. എന്നാൽ ഈ ഭൂമിയിൽ താൽക്കാലികമായ സമയമാണ് അവർക്ക് ലഭിച്ചതെങ്കിൽ കർത്താവിൻ്റെ മക്കളെ ദൈവവചനത്താൽ ആശ്വസിപ്പിക്കട്ടെ. ഞാനിപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന IPC ചങ്ങനാശ്ശേരി ഈസ്റ്റ് സെൻ്ററിലുള്ള കർത്തദാസന്മാരും എൻ്റെ എളിയ കുടുംബത്തിൻ്റെയും ദുഃഖവും വേദനയും ഈ കുടുംബത്തെ അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ലണ്ടനിൽ താമസിക്കുന്ന എൻ്റെ മകൻ സാം ജോൺ കുടുംബം ലണ്ടൻ പെന്തക്കോസ്ത് ചർച്ച് ഓഫ് ഗോഡിൻ്റെ അഗാധമായ ദുഃഖവും ഈ സമയം നിങ്ങളെ അറിയിക്കുന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു. ഉയർപ്പിൻ്റെ പ്രഭാതത്തിൽ പ്രിയ പൈതലിനെ നമുക്ക് വീണ്ടും കാണാമെന്നുള്ള പ്രത്യാശയോട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നമ്മെ ആശ്വസിപ്പിക്കട്ടെ. താമസിക്കുന്ന ഒരു ഭവനത്തിലെ വ്യക്തിയാണ് ഞാൻ. വർഷങ്ങളായി ഈ കുടുംബവുമായി ഇടപഴകിക്കൊണ്ടിരിക്കുന്ന ഒരു കുടുംബത്തിലെ അംഗം കൂടിയാണ്. ഈ കുടുംബവുമായി വളരെ ബന്ധത്തിലായിരിക്കുമ്പോൾ തന്നെ വിശ്വാസ ജീവിതത്തിൽ എനിക്ക് ആകുവാൻ കഴിഞ്ഞത് ഈ കുടുംബത്തിൻ്റെയും പ്രാർത്ഥനയും കൂടിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വചനം പറയുന്നു, എഴുതുക, ഇന്നു മുതൽ കർത്താവിൽ മരിച്ച മൃതന്മാർ ഭാഗ്യവാന്മാർ. കർത്താവിൽ മരിക്കണമെങ്കിൽ കർത്താവിൽ ജീവിക്കണം, കർത്താവിൽ ജീവിക്കണമെങ്കിൽ കർത്താവിൽ ജനിക്കണം. ഇന്ന് പകൽ ഈ വേർപെട്ടിരിക്കുന്ന നമ്മുടെ മകൾ കർത്താവിൽ ജനിക്കുവാനും കർത്താവിൽ ജീവിക്കുവാനും ആ മകൾക്ക് കർത്താവിൽ മരിക്കുവാനും കിട്ടിയ വലിയ ഭാഗ്യത്തിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. വേർപാട് ഒരു ദുഃഖം തന്നെയാണ്. പക്ഷേ ഏത് വേർപാടിനെയും നികത്തുവാൻ കഴിവുള്ള
ശക്തനായ കർത്താവ് നമ്മുടെ മധ്യത്തിൽ ഉള്ളതോർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. പകൽ ഇവർ വളരെ ദുഃഖത്തിലായിരിക്കുന്ന കുടുംബത്തിനായി പ്രാർത്ഥിക്കുന്നു. അവരെ കർത്താവിന്റെ കരം ആ കുടുംബത്തിലെ എല്ലാ ഹൃദയങ്ങളെയും ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് 10,000 11 ലീഫ് സഭയുടെ അനുശോചനം ഈ തരുണത്തിൽ അറിയിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നാമത്തിനും മഹത്വം ഉണ്ടാകട്ടെ. വേദനാജനകമായ ഈ ഒരു അന്തരീക്ഷത്തിൽ ദൈവത്തിന് മുമ്പാകെ നിന്ന് ആശ്വാസത്തിന് 2 വാക്കുകൾ പറയുവാൻ ദൈവമായ കർത്താവ് ഒരുക്കിയ അവസരത്തിനായിട്ട് സ്തോത്രം. ഈ കുടുംബവുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു സഭയാണ് പത്തനാപുരം ഗോസ്ബൽ സെന്റർ. അവിടെയുള്ള എല്ലാ ദൈവമക്കളുടെയും വേദനാജനകമായ പ്രത്യാശയോടുകൂടിയ അനുശോചനം ഈ അവസരം അറിയിക്കുകയാണ്. സകല ബുദ്ധിയും കഴിയുന്ന ദൈവിക സമാധാനത്താൽ ഈ പ്രിയ ഭവനത്തെ ദൈവമായ കർത്താവ് ആശ്വസിപ്പിക്കട്ടെ, സമാധാനം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ പ്രിയ മകൾ ഒരു പൂമ്പാറ്റിയായി ഈ ദേശത്ത് ആയിരുന്നു. അനുഗ്രഹിക്കപ്പെട്ടവളായി അനേകരുടെ മുമ്പാകെ മാതൃകയായി വിശ്വസ്തയായി ദൈവത്തെ സേവിച്ചു. നിശ്ചയമായും അവളുടെ സ്വർഗനാഥൻ അവളെ അവിടുത്തെ സന്നിധി ചേർത്തു. നമുക്ക് തിരിച്ചൊന്നും പറയുവാൻ, ചോദിക്കാൻ അവകാശമില്ലാതെ നാം ദൈവസന്നിധി നിൽക്കുന്നു. പക്ഷെ നാം എല്ലാവരും വിശ്വസിക്കുന്ന നമ്മുടെ കർത്താവ് അവളെ അവിടുത്തെ സന്നിധിയിൽ ചേർത്ത് നിർത്തിയിരിക്കുന്നു എന്നതും, ഒരു നാളിൽ വിശ്വസ്തയോടെ ജീവിച്ചാൽ നമുക്കും അവിടെ ചെന്ന് ആ പ്രിയ മകളെ കാണാം എന്ന പ്രതീക്ഷയും പ്രത്യാശയും നമുക്ക് നൽകിയിരിക്കുന്നു. ആകയാൽ ദൈവമായ കർത്താവ് അതിനായി നമ്മളെയും ഒരുക്കട്ടെ. ഞങ്ങളുടെ സഭയുടെ എല്ലാവിധമാകുന്ന പ്രത്യാശ നിർഭരമായ വാക്കുകളും അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇന്നിരിക്കുന്നു. ഇന്ന് പകൽക്കാലം ഞങ്ങളുടെ ആയിരിക്കാൻ ഞങ്ങളുടെ ജീവിതത്തിൽ സാവകാശനായ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ വിൽജിച്ചാന്റെ കുടുംബമായിട്ട് വർഷങ്ങളായി അനുഗ്രഹിക്കപ്പെട്ട ബന്ധങ്ങൾ ആയിരിക്കാൻ ദൈവം സഹായിച്ചിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് നടന്ന PYPയുടെ ക്യാമ്പിൽ, ഇവിടെ വെച്ച് നടന്ന ക്യാമ്പിൽ പങ്കെടുക്കുവാനും ഈ ക്യാമ്പിൽ നേതൃത്വം കൊടുക്കുവാനൊക്കെ അദ്ദേഹത്തിന്റെ കുടുംബത്തിനും അദ്ദേഹത്തിനും സാധിച്ചിട്ടുണ്ട്. ഈ വേദന ഞങ്ങൾക്കും ദുഃഖം ഉളവാക്കുന്നതാണ്. വേർപാട് എല്ലാവർക്കും ദുഃഖം ഉളവാക്കുന്നുവെങ്കിലും നമുക്കൊരു വിശ്വാസമുണ്ട്, പ്രത്യാശയുണ്ട്. നമ്മുടെ പ്രിയ മകളെ അങ്ങ് ചെന്ന് കാണുവാൻ കഴിയും. ആ പ്രത്യാശയോടെ മുൻപോട്ട് നീങ്ങാം. ദുഃഖത്തിലായിരിക്കുന്ന എല്ലാ കുടുംബാംഗങ്ങൾക്കും സംസ്ഥാന PYPയുടെ എല്ലാവിധ അനുശോചനവും ദുഃഖവും രേഖപ്പെടുത്തുന്നു. അവരെ ആശ്വസിപ്പിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇതിന്റെ ദുഃഖത്തിലായിരിക്കുന്ന പ്രിയ കുടുംബത്തെ കൃപാങ്ങളെ ആശ്വസിപ്പിക്കട്ടെ. ഉയർപ്പിന്റെ സുപ്രഭാതത്തിൽ പ്രിയമകളെ നമ്മൾ വീണ്ടും കാണും. സൺഡേ സ്കൂൾ അസോസിയേഷന്റെയും തിരുവല്ല സെന്ററിന്റെയും ഏഞ്ചലി ഹബോട്ട് വില്ലേഴ്സിന്റെ എല്ലാവിധ പ്രത്യാശകളും ഈ തരണം അറിയിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. വാക്കുകൾക്ക് പ്രസക്തിയില്ലാത്ത ഈ സന്ദർഭത്തിൽ എന്താണ് പറയേണ്ടതെന്ന് തന്നെ അറിയില്ല. എങ്കിലും ദൈവമക്കളായിരിക്കുന്ന നാം വലിയ പ്രത്യാശയുള്ളവരാണ്. പ്രിയ മകളെ നിത്യതയുടെ നാട്ടിൽ ആ പൊൻപുലരിയിൽ നമുക്കും കാണാം. അതിനുവേണ്ടി നമുക്ക് ജീവിക്കാം. ദുഃഖത്തിലായിരിക്കുന്ന എല്ലാവരെയും ദൈവം ആശ്വസിപ്പിക്കട്ടെ. ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ കൊട്ടാരക്കര മേഖലയുടെ പേരുള്ള എല്ലാ അനുശോചനങ്ങളും അറിയിച്ചുകൊള്ളുന്നു. പ്രൈസ് ദി ലോർഡ്. ഞങ്ങളെ സ്നേഹിക്കുകയും ഞങ്ങൾ സ്നേഹിക്കുകയും ചെയ്യുന്നതായ ഈ കുടുംബത്തിലെ പ്രിയ മകൾ കഴിഞ്ഞ ദിവസം പെട്ടെന്ന് അക്കരെ നാട്ടിലേക്ക് പ്രവേശിച്ചു. മാനുഷികമായ നിലയിൽ നമുക്ക് വാക്കുകളില്ല. വളരെ ദുഃഖവും പ്രയാസവുമുണ്ട്. എങ്കിൽ തന്നെയും ആശ്വസിപ്പാൻ ധാരാളം വകയുള്ളത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അക്കരെ നാട്ടിൽ പ്രിയ മകളെ കാണാമെന്നുള്ളതാണ് നമ്മുടെ വലിയ പ്രത്യാശ. അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം. ദൈവമായ കർത്താവ് ഈ കുടുംബത്തെ ആശ്വസിപ്പിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. ചെറുവക്കലുള്ള ന്യൂ ലൈഫ് ബിബ്ലിക്കൽ സെമിനാരിക്ക് വേണ്ടി
ഞങ്ങളുടെ അനുശോചനം അഥവാ ദുഃഖമറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവമായ കർത്താവ് എല്ലാവരെയും ആശ്വസിപ്പിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. താങ്ക് യു. റോഡിൽ പാർക്ക് ചെയ്തിരിക്കുന്ന വാഹനത്തെ കുറിച്ചുകൂടെ പ്രത്യേക അറിയിപ്പോടെ തരുന്നു. ആൺകുട്ടി കെയം എന്ന് ഒരു മിനിറ്റ് സംസാരിക്കുന്നതായിരിക്കും. പ്രിയപ്പെട്ടവരെ ക്ഷണിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ ദൈവമക്കളെ ഉത്ബോധിപ്പിക്കുന്നു. കൂടാരമാകുന്ന ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞുപോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായൊരു വാസസ്ഥലം സ്വർഗത്തിൽ ഞങ്ങൾക്കുണ്ട് എന്ന് ഞങ്ങൾ അറിയുന്നു. പ്രിയ ജോലിയ മകളുടെ വേർപാട് സത്യത്തിൽ സെൻട്രലിൽ ഒന്നടങ്കം അത് വളരെ വേദന ഉളവാക്കിയ ഒരു സംഭവമാണ്. ഞങ്ങളൊന്ന് മനസ്സിലാക്കുന്നു, കാലങ്ങളിലും വളരെ പിന്തുണയുമായി നിങ്ങളുടെ കൂടെ ഉണ്ട്, കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിരുന്നു. പ്രിയ മകളുടെ വേർപാട് മുൻപ് പ്രസ്താവിച്ച കർത്തദാസന്മാർ ഓർപ്പിച്ചതുപോലെ മാനുഷികമായ വാക്കുകൾ കൊണ്ട് അതിനൊരിക്കലും ആശ്വാസം വരുവാൻ കഴിയുകയില്ല. എന്നാൽ സർവശക്തനായ ദൈവം തൻ്റെ ദിവ്യമായ സമാധാനം കൊണ്ട് പ്രിയ ബിൽജിച്ചാനെ, പ്രിയ കർത്താവൻദാസൻ, പ്രിയ ജോർജ് അപ്പച്ചനെ, കുടുംബാംഗങ്ങളെയൊക്കെ ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി ദിവസത്തിൽ പ്രാർത്ഥിക്കുന്നു. ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ പത്തനാപുരം സെന്റർ ഒന്നടങ്കം ഈ ദുഃഖത്തിൽ പങ്കുചേരുകയും ദിവ്യമായ സമാധാനം ദൈവം ഏവർക്കും നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവം നമ്മെ ആശ്വസിപ്പിക്കുമാറാകട്ടെ. കർത്താവിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നീർന്ന ഹൃദയങ്ങൾക്ക് സമീപസ്ഥനും മനസ്സ് തകർന്നവരെ രക്ഷിക്കുന്നവനുമായ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ദുഃഖിതരായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഏവർക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ച ഞങ്ങൾ വളരെയധികം സ്നേഹിച്ച വാത്സല്യ പൈതലിന്റെ വേർപാടിന്റെ വാർത്ത വളരെ വേദനയോടെ ഞെട്ടലോടെ കേൾക്കുവാനിടയായി. അന്നു മുതൽ ഈ സ്ഥാപനത്തിലെ ഇവിടെയുള്ള ഉമ്മൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് തിയോളജിയിലെ എല്ലാ അധ്യാപകരും വളരെ വേദനയോടെയാണ്, വേദന ഉള്ളതായ ഈ അവസരത്തിൽ ധാരാളം അനുസ്മരണങ്ങൾ ഈ സ്ഥാപനത്തിലെ അധ്യാപകരായ ഞങ്ങൾക്ക് ജോലിമോളെ കുറിച്ചുണ്ട്. ചെറിയ പ്രായം മുതൽ ഞങ്ങളുടെ മുൻപിൽ ഒരു മാലാഖയെ പോലെ വളർന്നു വന്നതായ ഈ പൈതൽ എല്ലാ നിലയിലും തന്റെ മികവ് കാണിച്ചാണ് വളർന്നത്. ആത്മീകത്തിൽ, പ്രാർത്ഥനയിൽ, തന്റെ വിദ്യാഭ്യാസത്തിൽ, മാതൃകാപരമായ ജീവിതത്തിൽ, അച്ചടക്കത്തിൽ, എല്ലാ നിലയിലും വളരെ മികവ് പ്രദർശിപ്പിച്ചതായ പൈതലിന്റെ ഓട്ടം തികഞ്ഞു എന്ന് മാത്രമേ ഈ സമയത്ത് ചിന്തിക്കാൻ കഴിയുന്നുള്ളൂ. മനുഷ്യന്റെ വിചാരമല്ല ദൈവത്തിന്റെ വിചാരം. ആകാശം ഭൂമിക്ക് മീതെ വന്നിരിക്കുന്നത് പോലെ അവന്റെ വിചാരങ്ങൾ നമ്മുടെ വിചാരങ്ങളെക്കാൾ ഉന്നതമാണ്. ദുഃഖത്തിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഓരോ അധ്യാപകരുടെ പ്രതിനിധി എന്നുള്ള നിലയിൽ ഞാൻ ദുഃഖമറിയിക്കുന്നു. ഞങ്ങൾ ഈ സ്ഥാപനത്തിലെ അധ്യാപകരെല്ലാം ഈ ഭവനത്തിലെ കുടുംബാംഗങ്ങളെ പോലെയാണ്. അധ്യാപകരും വിദ്യാർത്ഥികളും പ്രകാരം തന്നെയാണ്. ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഒരു പൈതൽ കർത്താവിന്റെ സന്നിധിയിൽ ചേർക്കപ്പെട്ടു എന്നോർത്ത് ആശ്വസിക്കുന്നു. ദുഃഖത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഏവരും ദൈവം ആശ്വാസം പകരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കിൽ ഒരു ദേവദാസനും കൂടെ നേരത്തെ പേര് പറഞ്ഞ് സംസാരിക്കാനുണ്ട്. എന്നാൽ സെന്റ് മേരീസ് സ്കൂളിൽ നിന്ന് കടന്നു വന്നിരിക്കുന്ന സ്കൂളിന്റെ പ്രിൻസിപ്പലായിരിക്കുന്ന പ്രിയപ്പെട്ടവൻ പ്രിയ സാറ് ഒരു മിനിറ്റ് സംസാരിക്കും. മറ്റ് സ്നേഹിക്കുന്നു. ജൂലിയന്റെ വേർപാട് വളരെയേറെ വേദന
പകരുന്ന ഒരു അനുഭവമാണ്. ജൂലിയ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എത്രമാത്രം ഭംഗിയുള്ള, എത്രമാത്രം ശ്രേഷ്ഠമായ ഒരു വ്യക്തിത്വം ഉള്ള ആളായിരുന്നു എന്ന് ഞാൻ അനുസ്മരിക്കുകയാണ്. ഞങ്ങളുടെ ഡിബേറ്റ് നടത്തുമ്പോൾ വളരെ ഉചിതമായ രീതിയിൽ സംസാരിക്കുകയും മറ്റു കുട്ടികൾക്ക് മാതൃകയായി പെരുമാറുകയും ചെയ്യുന്നത് ഞാൻ ഈ അവസരത്തിൽ അനുസ്മരിക്കുകയാണ്. വളരെ ശ്രേഷ്ഠമായ സ്വഭാവവും വളരെ കുലീനമായ പെരുമാറ്റവും കൊണ്ട് ആളുകളെ ആകർഷിക്കുന്ന, പ്രശംസ നേടിയെടുക്കുന്ന ഉത്തമ വ്യക്തിത്വം ആ കുട്ടിക്കുണ്ടായിരുന്നു. ആ കുടുംബ പശ്ചാത്തലം അത്ര മെച്ചമായതുകൊണ്ടാണ് എന്ന് നമുക്കറിയാം. അതുപോലെ ഞങ്ങൾ കഴിഞ്ഞ ദിവസം സ്കൂളിൽ ഇതിൻ്റെ ഒരു അനുസ്മരണം നടത്തിയപ്പോൾ അവിടെ പറയപ്പെട്ടൊരു കാര്യം, ഞങ്ങളുടെ സ്കൂളിൻ്റെ ചരിത്രത്തിൽ 94% ഇംഗ്ലീഷിന് മാർക്ക് വാങ്ങിച്ച ഒരു ചരിത്രം വേറെയില്ല. ദാറ്റ് ഗോസ് ടു ജൂലിയ. ഇത്രയും വലിയൊരു സിലബസ് പഠിച്ച് 100-ൽ 94 മാർക്ക് വാങ്ങി പ്രശസ്തമായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ജൂലിയയെ ദൈവം അസമയത്ത് വിളിച്ചിരിക്കുകയാണ്. ഈ സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ യഹോവയിൽ പ്രത്യാശ വെക്കുക, ധൈര്യപ്പെട്ടിരിക്കുക. നമ്മുടെ ആ പ്രിയപ്പെട്ട ജൂലിയയെ ഓർത്ത് ദൈവത്തോട് പ്രാർത്ഥിക്കുക. സ്കൂളിലെ എല്ലാ ജീവനക്കാരുടെയും പേരിലുള്ള അനുശോചനം ഈ കുടുംബത്തോട്, ഞങ്ങളുടെ ടീച്ചറിനോട് അറിയിച്ചുകൊണ്ട് ഞാനിത് വാക്ക് ചുരുക്കുന്നു. നമ്മെ സ്നേഹിക്കുകയും ചെയ്തതായ നമ്മുടെ വാത്സല്യ പെൺകുഞ്ഞ് ജൂലിയാമ്മയുടെ ദേഹാവിയോഗത്തോടുള്ള ബന്ധത്തിൽ ദുഃഖാർത്തരായിരിക്കുന്ന പ്രിയ കുടുംബാംഗങ്ങളോട് ചേർന്ന് എനിക്കും കുടുംബമായ ദുഃഖത്തിൽ പങ്കുചേരുവാൻ ഇങ്ങനെ ഞങ്ങളുടെ 2 ആൺമക്കളോട് ഒരുമിച്ച് ഒരു കുടുംബത്തിലെ അംഗങ്ങളെ പോലെ വളർന്ന ദിവസങ്ങൾ ഞങ്ങൾ ഓർക്കുകയാണ്. ഈ വാത്സല്യ പൈതലിന്റെ ഹോസ്പിറ്റലിലേക്ക് ചേർക്കപ്പെട്ട ചില നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ ആ ഹോസ്പിറ്റലിൽ ഞങ്ങൾക്ക് എത്തുവാനും ഞങ്ങൾ അവിടെ നിന്ന് കടന്നു പോകാനിടയായി. പ്രിയ വിൽജിയങ്കിളിനെയും ഡോൾസിനെയും അവരുടെ ദുഃഖം പങ്കുവെക്കുന്നുവെന്ന് പറയണമെന്ന് പറഞ്ഞു. അവർ ഈ സമയം ഈ ഭൗതിക ശരീരത്തിൻ്റെ യാത്രയപ്പ് മീറ്റിംഗ് അവിടെയുള്ള കോളേജിൽ അവർ കണ്ടുകൊണ്ടിരിക്കുന്നു. പ്രിയ ജോർജ് ചാനി അമ്മച്ചിയെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം അവർക്ക് കൊടുത്ത ധൈര്യത്തിനും പ്രത്യാശയ്ക്കുമായി സ്തോത്രം ചെയ്യുന്നു. അകാലത്തിൽ ദൈവസന്നിധിയിലേക്ക് ചേർക്കപ്പെട്ട കർത്താവിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുന്നവരാകട്ടെ. വളരെയേറെ ദുഃഖം തളം കെട്ടി നിൽക്കുന്ന ഈ സമയത്ത് പ്രിയ ജോർജ് ചാനയും കുടുംബത്തെയും പ്രിയ ബെൽജിയം കുടുംബത്തെയും സർവാശ്വാസങ്ങളുടെ ഉറവിടമായി ദൈവം ആശ്വസിപ്പിക്കട്ടെ. പ്രിയ ജൂലിയാമ്മയുടെ ദുഃഖം വേർപാട് ഒരു ദുഃഖമാണ്. ഇന്ന് മരണം ഒരു അവസാനമല്ല. ഞങ്ങളും ഞാൻ ശുശ്രൂഷിക്കുന്ന കുട്ടനാട്ടിലുള്ള എല്ലാ ദൈവജനത്തിൻ്റെയും ദൈവദാസന്മാരുടെയും പ്രാർത്ഥനയും ദുഃഖവും പ്രത്യാശയും അറിയിച്ചുകൊണ്ട് ചേർക്കപ്പെട്ട ഈ പ്രിയപ്പെട്ട മകളുടെ ദേഹവിയോഗത്തിൽ ദുഃഖിതരായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് സകല ബുദ്ധിയും കവിയുന്ന ദൈവത്തിൻ്റെ ദിവ്യമായ സമാധാനത്താൽ അവരുടെ ഹൃദയങ്ങളിൽ നിറയ്ക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. പാസ്റ്റർ ജോർജ് മനും കുടുംബമായി ഏകദേശം ഒരു 35 വർഷത്തിലധികമായി പരിചയവും സ്നേഹവും പെന്തക്കോസ്ത് ദൈവസഭ പ്രസ്ഥാനത്തിലെ ഞാൻ ഏറ്റവും അധികം സ്നേഹിക്കുന്ന, ഏറ്റവും അധികം ബഹുമാനിക്കുന്ന ഒരനുഗ്രഹിക്കപ്പെട്ട കർത്തദാസനായ പാസ്റ്റർ ജോർജ് മനും അദ്ദേഹത്തിൻ്റെ കുടുംബം
അദ്ദേഹവും കുടുംബമായിട്ടുള്ള ആത്മാർത്ഥമായ ബന്ധവും സഹകരണമെല്ലാം ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വിജയമ്മനുമായിട്ടും വളരെ അടുത്തിടപെടുവാനും സഹകരിക്കാനും കർത്താവിടയാക്കിയിട്ടുണ്ട്. ഈ ബൈബിൾ കോളേജിൽ ചില വർഷങ്ങൾ പഠിപ്പിക്കാനും മറ്റും സാവകാശം തന്നിട്ടുണ്ട്. അന്ന് ഇവിടെ വരികയും ഈ കുടുംബമായി കുറച്ചുകൂടെ അടുത്ത ആത്മാർത്ഥമായിട്ട് ഇടപെടാനൊക്കെ സാധിച്ചിട്ടുണ്ട്. ഈ ഭവനത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വിജയമ്മനും കുടുംബത്തിനും നേരിട്ട ഈ പ്രതിസന്ധിയിൽ ദൈവത്തിൻ്റെ ദിവ്യമായ സഹായം ദൈവം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. എഴുതുക, ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ വിശ്രമിക്കേണ്ടതാകുന്നു. വിശ്രമിക്കാനുള്ളൊരവസരം പ്രിയ മകൾക്ക് ദൈവം കൊടുത്തിരിക്കുന്നു. നിത്യതയിൽ ദൈവം ഒരുക്കിയ സ്ഥാനത്ത് കർത്താവിനോട് ഒരുമിച്ച് പ്രിയമകൾ വിശ്രമിക്കുന്നു. ഏറെ താമസിയാതെ പ്രിയമകളെ കാണാമെന്നുള്ള വലിയ പ്രത്യാശ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. കാഹളം ധ്വനിക്കും, മരിച്ചവർ ഉയർക്കും. ആ നല്ല ദിനത്തിനായി പ്രത്യാശയോടെ നമുക്ക് കാത്തിരിക്കാം. പ്രിയപ്പെട്ട മക്കളെ ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവനാമം വാഴ്ത്തപ്പെടുവാനാണ്.